അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആൻഡമാൻ നിക്കോബാർ ദീർഘവർഷങ്ങളായി കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മിഷണറി തന്റെ ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ ടി വി ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുന്നു. തീർച്ചയായിട്ടും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വർഗീസ് മാത്യു അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് ക്ഷണിച്ചുകൊള്ളും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ സമയത്ത് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് എൻ്റെ സാക്ഷ്യം പങ്കിടുവാനായിട്ട് ദൈവം തന്ന സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേര് വർഗീസ് മാത്യു. ഞാൻ കേരളത്തില് പത്തനംതിട്ട ജില്ലയിലെ നാറാണംമൂഴി എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് 1963 ജനിച്ച് വളർത്തപ്പെട്ടു. എൻ്റെ ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ട് സിറിയൻ മാർത്തോമ പശ്ചാത്തലമുള്ള മാതാപിതാക്കന്മാരുള്ള കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. സാധാരണയായി ഞങ്ങളുടെ പള്ളിയില് വീട്ടു പ്രാർത്ഥനകള്, സേവിയ സംഘങ്ങള്, സൺഡേ സ്കൂളുകള്, യുവജന സഖ്യം, ഇങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാമുകളിലും പ്രത്യേകിച്ച് സൺഡേ സ്കൂളിൽ യുവജന സഖ്യത്തൊക്കെ സജീവ പങ്കാളിത്തം വഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഞാൻ വളർന്ന പശ്ചാത്തലത്തിൽ സാധാരണ ഒരു കുടുംബത്തിലെ വില്ലേജ് ഏരിയ ആയിട്ട്, ഗ്രാമ പശ്ചാത്തലമായുണ്ട്, അതിനനുസരിച്ചുള്ള ജീവിത നിലവാരങ്ങളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എന്നാൽ എൻ്റെ മാതാവ് പലപ്പോഴും എന്നെ ഓർപ്പിക്കുമായിരുന്നു. ഞാൻ വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നെ മർത്തോമ സഭയിലെ ഒരു അച്ഛനാകാനായിട്ട്, ഞാൻ ജനിച്ച് അധികം സമയമാകുന്നതിന് മുമ്പ് തന്നെ മാരാമൺ കൺവെൻഷനിൽ ചെന്നിട്ട് അവിടുത്തെ മാർത്തോമ മെട്രോപൊളിത്തായുടെ മുമ്പിൽ എന്നെ കാണിക്കും. അദ്ദേഹം എൻ്റെ തൈലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് വളർച്ചയിൽ ഞാനൊരു മർത്തോമ സഭയുടെ പുരോഹിതനായി തീരുവാനായിട്ട് എന്നെ ഡെഡിക്കേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് അങ്ങനെ ഉള്ള നിലയിൽ വളരണം എന്ന് എൻ്റെ മാതാവ് എന്നെ എപ്പോഴും നിഷ്കർഷിക്കുമായിരുന്നു. എനിക്ക് അതിനോട് വിയോജിപ്പൊന്നുമില്ലായിരുന്നു. ദൈവത്തെ സേവിക്കുന്നത് നല്ല കാര്യമാണ് എന്നുള്ള നിലയിൽ തന്നെയാണ് എൻ്റെ ശാരീരിക, മാനസിക, സാമൂഹിക വളർച്ചയിൽ ഞാൻ അനുഭവിച്ചതും എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നതുമായ കാര്യങ്ങൾ. എന്നാൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഹൈസ്കൂള് എൻ്റെ തന്നെ കുടുംബ ബന്ധത്തിലുള്ള നാറാണംമൂഴി സെന്റ് ജോസഫ് ഹൈസ്കൂളിലാണ് ഞാൻ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ചെയ്തത്. അവിടെ പ്രത്യേകിച്ചുള്ള ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടങ്ങളിൽ സാധാരണ എല്ലാ യൗവനക്കാരിലും ഉണ്ടാകാവുന്ന രീതിയിലുള്ള പലവിധമാകുന്ന പരീക്ഷണങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. അങ്ങനെയാണ് 9ാം ക്ലാസ് മുതൽ പുകവലി ചെറുതായിട്ട് ആരംഭിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ പറയും പൈസ കളി എന്ന് പറയും. നമ്മുടെ ചീട്ടുകളി പോലെ തന്നെയുള്ള ഒരു അനുഭവമാണ്. ഒരുപാട് മണിക്കൂറുകൾ പൈസ കളിക്കാൻ, ചിലപ്പോൾ പൈസ കിട്ടും, ചിലപ്പോൾ പൈസ പോകും, ഇങ്ങനെയുള്ളൊരു നിലവാരത്തിലാണ്. എന്നാൽ പുകവലി വന്ന് 9ാം ക്ലാസ്സിൽ തുടങ്ങി 10ാം ക്ലാസ്സിൽ അത് വളരെ കൂടുതലായി. അതിനുശേഷമായിട്ട് ഇപ്രകാരമുള്ള സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും എൻ്റെ പഠിത്തത്തില് അത്യാവശ്യം ഏകാഗ്രമായി പഠിക്കാനുള്ള ഒരു സാവകാശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം റാന്നിയിൽ ഒരു പ്രൈവറ്റ് അല്ലെങ്കിൽ പാരലൽ കോളേജിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ പോയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇത്രയും കിലോമീറ്റർ ദൂരെ ഉണ്ടായിരുന്നത് ഒരുപാട് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട്. വീട്ടിൽ ലഭിക്കാതിരുന്ന സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ എൻ്റെ ചെയ്തികൾ വീട്ടിൽ അറിയത്തില്ല എന്നുള്ള ഒരു വിശ്വാസവും കൂടുതൽ പുകവലിയിലും പൈസ കളിക്കാനും, അതുപോലെ തന്നെ റാന്നിയിൽ അന്നുണ്ടായിരുന്ന മഹാലക്ഷ്മി തിയേറ്റർ, പിന്നെ മാമുക്കിന് വേറൊരു തിയേറ്റർ ഉണ്ട്. അവിടെ മാറി വരുന്ന എല്ലാ സിനിമകളും പല പ്രാവശ്യം, ഒന്നിലധികം, ചില സിനിമകൾ 4 പ്രാവശ്യം വരെ കോളേജിലെ ക്ലാസ് കട്ട് ചെയ്ത് പോയി കാണാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെ ഒരു നിലവാരങ്ങളിൽ മുന്നോട്ട് പോയി.
അങ്ങനെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത, ഞാൻ തന്നെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് നിയന്ത്രിക്കാൻ, എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു നിലവാരത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞു. അതിനുശേഷം എൻ്റെ ഡിഗ്രി പഠനത്തിനായിട്ട് കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ ഞാൻ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തു. അത് കൂടുതൽ എനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അതേ ജീവിത സ്വഭാവങ്ങളെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതേസമയം തന്നെ ഞാൻ ഞായറാഴ്ച വളരെ ഭക്തനുമായിരുന്നു. പള്ളിയിലെ എല്ലാ ആരാധനയും പങ്കെടുക്കും. യൗവനക്കാർക്ക്, യുവജന സംഘത്തിലുള്ള അംഗങ്ങൾക്കെല്ലാം മാറി മാറി പള്ളിയിൽ മധുബായിക്കകത്ത് അച്ഛനോടുകൂടെ കുർബാന ചൊല്ലാൻ അസിസ്റ്റ് ചെയ്യാനായിട്ടൊക്കെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാളായിരുന്നു ഞാനും. അങ്ങനെ ആ നിലവാരങ്ങളെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. മർത്തോമ യുവജന സംഘത്തിന്റെ സെൻട്രൽ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടും ഞങ്ങളുടെ സെന്ററിലുള്ള നാരായണമൂഴി പെരുന്നാട് സെന്ററിലുള്ള യുവജന സംഘത്തിന്റെ ഉത്തരവാദിത്വത്തിലും, അതുപോലെ ഞങ്ങളുടെ ലോക്കൽ സഭയിലുള്ള യുവജന സംഘത്തിന്റെ ഉത്തരവാദിത്വം ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് എന്നെ ഞായറാഴ്ച വളരെ ഭക്തനായിട്ട് തന്നെയായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതം തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച ശനിയാഴ്ച വരെ വളരെ വ്യത്യസ്തമായ ജീവിതത്തിലായിരുന്നു. എൻ്റെ കോളേജ് ജീവിതവും എൻ്റെ വീട്ടിലും സഭയിലുമുള്ള ജീവിതം തമ്മിൽ യാതൊരു വിധമായ ബന്ധമില്ലാത്ത തികച്ചും വ്യത്യസ്തമായ അനുഭവത്തിലായിരുന്നു. എന്നാൽ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും, പ്രത്യേകിച്ച് മാർത്തോമാ യുവജന സംഘത്തിലുള്ള ഇൻവോൾവ്മെന്റും ഉണ്ട്. എൻ്റെ പഠനാന്തരം ഡിഗ്രിക്ക് ശേഷമായിട്ടും അച്ചപ്പട്ടത്തിന് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ എല്ലാവരും വീട്ടിലെ ഭാഗത്തു നിന്നും പള്ളിയിലെ ഭാഗത്തു നിന്നും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നു. ഡിഗ്രി കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനിടയ്ക്ക് ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ അച്ചപ്പട്ടത്തിന് പോകാനായിട്ടുള്ള അഡ്മിഷൻ വേണ്ടിയുള്ള ക്രമീകരണം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ സമയങ്ങളിൽ ഞങ്ങളുടെ മർത്തോമ യുവജന സംഘത്തിൽ ഒരുപാട് ചർച്ചകളും ഡിബേറ്റുകളും ഒക്കെ നടന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു. ബൈബിളിലെ ഉപദേശങ്ങള്, മർത്തോമ സഭ ബൈബിളിലെ ഉപദേശത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു, അങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരുന്നു. അത് തന്നെ എൻ്റെ ജീവിതത്തിൽ ചില ക്വസ്റ്റ്യൻസ്, പ്രത്യേകിച്ച് ഒരു വർഷത്തിന് ശേഷം മർത്തോമയിലെ അച്ചപ്പട്ടത്തിന് പോകാതിരിക്കുന്ന കാരണത്താൽ ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുവാനിടയായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, അത് ഏകദേശം 1981-82 പീരീഡിലാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽ തിരുവല്ല തലവടി എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നിന്ന് ഒരു പെന്തക്കോസ്ത് സഭയിലെ പാസ്റ്റർ ആ ഭാഗങ്ങളിൽ വരുവാനിടയായിട്ട്. അദ്ദേഹത്തിന്റെ പേര് പാസ്റ്റർ രാജൻ ബാബു എന്നാണ്. അദ്ദേഹം ചില മാസങ്ങൾക്ക് മുമ്പ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ആ രാജൻ ബാബു എന്ന് പറയുന്ന അദ്ദേഹം ഇങ്ങനെ കാഴ്ചകളായിട്ട് വഴിയിലൊക്കെ വെച്ച് കാണുമ്പോൾ പരിചയപ്പെടാൻ ഇടയായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു, അദ്ദേഹം ഇന്ന സ്ഥലത്തു നിന്നാണെന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം ഒരു ആയുർവേദ വൈദ്യ കുടുംബത്തിൽ ഒരു ആയുർവേദ ഡോക്ടറായിട്ട് തന്നെ ജീവിച്ചു വളർന്നു. തലവഴി, തിരുവല്ല നെരണ ഭാഗങ്ങളിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബക്കാരുള്ള ആയുർവേദ ഡോക്ടർമാരെന്നുള്ള നിലയിൽ ചികിത്സ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ തന്റെ ജീവിതത്തിൽ എക്സിമ എന്ന് പറയപ്പെടുന്ന ഒരു രോഗം ബാധിക്കപ്പെടുകയും അവർക്ക് കഴിയാവുന്ന അവരുടെ അറിവിലുള്ള സകല മരുന്ന് ചെയ്തിട്ട് യാതൊരു സൗഖ്യവും ഇല്ലാതിരിക്കുന്ന മാനസികമായ സംഘർഷത്തിരുന്ന സമയത്ത് ഏതോ ഒരു പാസ്റ്റർ ഇദ്ദേഹത്തിന്റെ പരിചയപ്പെടുത്തലും വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ഏതോ ഒരു പാസ്റ്റർ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ അധികം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ കാലിലെ ആ പഴുത്ത് പൊട്ടിക്കൊണ്ടിരുന്ന വ്രണം മത്സ്യത്തിന്റെ ചെതുമ്പല് പോകുന്ന പോലെ കുറച്ചായിട്ട് ഉണങ്ങിയ തൊലി ശരീരത്തിൽ നിന്ന് വീണ് പോയി പരിപൂർണമായിട്ട് സൗഖ്യമായി. അങ്ങനെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള രോഗത്തിന്റെ എല്ലാ രീതിയിലുള്ള ആയുർവേദ ചികിത്സ ചെയ്തതിനു ശേഷവും ഫലമില്ലാതിരുന്ന സമയത്ത് തന്റെ ജീവിതത്തിൽ മാനസികമായി വളരെ സംഘർഷഭരിതമായ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വിദ്യാഭ്യാസമില്ലാത്ത ഒരു പാസ്റ്റർ അത് പ്രാർത്ഥിച്ച കാരണത്താൽ സൗഖ്യമായി എന്നുള്ള കാരണത്താൽ അദ്ദേഹം യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങളും പ്രതികൂലവും ഉണ്ടായി. ചുരുക്കത്തിൽ അദ്ദേഹം തന്നെ സൗഖ്യമാക്കിയത് യേശു തന്നെ രക്ഷകൻ, യേശു തന്നെ ദൈവം എന്ന് വിശ്വസിച്ച് സുവിശേഷത്തിന് വേണ്ടി തന്നെ സമർപ്പിച്ചു. അങ്ങനെയാണ് ചില നാളുകൾക്ക് ശേഷം അദ്ദേഹം ഞങ്ങളുടെ ആ ഗ്രാമത്തിൽ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിന്റെ പാസ്റ്ററായിട്ട് അവിടെ വരുന്നത്.
അദ്ദേഹത്തിന് എന്നോടുള്ള സംസാരവും ആ സൗഹൃദവും ഒരു ഹൃദയത്തിൽ നിന്നുള്ള സംഭാഷണമായിട്ടോ അല്ലെങ്കിൽ സൗഹൃദമായിട്ടോ എനിക്ക് ഫീൽ ചെയ്തു. ഏതോ അദ്ദേഹത്തിന്റെ മതത്തിലേക്കോ അല്ലെങ്കിൽ പള്ളിയിലേക്കോ എന്നെ വലിച്ച് അടുപ്പിക്കാനുള്ള ശ്രമം അല്ല, നേരെ മറിച്ച് ഹൃദയത്തിൽ നിന്നുള്ള ഒരു സൗഹൃദമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനിടയായി തീരുകയും ചെയ്തു. യുവജന സഖ്യത്തിൽ യുവജന സഖ്യത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യുകയും ഡിബേറ്റ് ചെയ്യുകയും ചെയ്യുന്ന സബ്ജക്റ്റുകളിലുള്ള ബന്ധത്തിൽ തന്നെ ഞങ്ങളുടെ സംസാരങ്ങൾ ഈ പാർശ്വമായിട്ടുള്ള കാര്യങ്ങൾ ബന്ധത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഞങ്ങളുടെ മർത്തോമ സഭയിൽ അൽമായ ശുശ്രൂഷകരുമായിട്ട് ഈ ചോദ്യങ്ങളെ കുറിച്ച് ഞാൻ വളരെ വ്യക്തമായിട്ടും അറിയാനുള്ള ഒരു ജിജ്ഞാസയോട് ചോദിക്കുകയും, എന്നാൽ അവരിൽ നിന്ന് എനിക്ക് ലഭിച്ച മറുപടി ഏതോ ഞാൻ പെന്തക്കോസുകാരുമായിട്ട് ഇടപഴകുന്നുണ്ട്, പെന്തക്കോസിൽ പോകാനുള്ള ഒരു ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരവല്ല, നേരെ മറിച്ച് പെന്തക്കോസുകാരെ കുറിച്ച് അപമാനകരമായുള്ള മറുപടികളാണ് എനിക്ക് തന്നുകൊണ്ടിരുന്നത്. പെന്തക്കോസിൽ പോയ അമേരിക്കയിൽ പോകാൻ പറ്റും, അത് ചെയ്യാൻ പറ്റും, ഇത് ഇങ്ങനെയൊക്കെയുള്ള അപവാദപരമായിട്ടുള്ള ഒരു ഉത്തരം എനിക്ക് ലഭിച്ച അതിന്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു. കാരണം ചോദിക്കുന്നതല്ല അവർ പറയുന്നത്, നേരെ മറിച്ച് പെന്തക്കോസുകാരെ കുറിച്ചുള്ള അപമാനകരമായുള്ള ഉത്തരം. അതിൽ എന്റെ ഹൃദയം കൂടുതൽ വ്യാകുലമായിട്ട് തീർന്നു. കൂടുതൽ എന്നാൽ ജിജ്ഞാസയോടെ എന്റെ വീട്ടിലുണ്ടായിരുന്ന ഞാൻ സാധാരണ വല്ലപ്പോഴും ഉപയോഗിക്കുന്ന ബൈബിള് വായിക്കാനായിട്ട് തുടങ്ങി. ബൈബിള് വായിക്കും തോറും അതുവരെ എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ അനുഭവിക്കാത്ത ഒരു ജിജ്ഞാസയും സത്യം അറിയാനുള്ള ഒരു ആകാംക്ഷ എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് കൂടുതൽ വായിക്കുകയും, അതും ഈ പാസ്റ്റർ രാജൻ ബാബു എന്നോട് പറഞ്ഞ വാക്കുകളും ഉപദേശങ്ങളും വളരെ വ്യക്തമായിട്ട് ബൈബിളിലെ പഠനത്തോടും ഉപദേശത്തോടും സമാന്തരമായി പോകുന്നു എന്ന് മനസ്സിലാക്കി. അവസാനം എന്റെ ജീവിതം ഒരിക്കൽ പോലും ഞാൻ ശ്രമിച്ചിട്ടും തിരുത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അനുഭവത്തിലാണ് 10ാം ക്ലാസ് മുതൽ ഞാൻ മദ്യപാനവും തുടങ്ങി. മദ്യപാനം എന്ന് പറയുമ്പോൾ സാധാരണ ബാറിൽ ലഭിക്കുന്ന മദ്യവും നല്ല ഞങ്ങളുടെ നാട്ടിൽ ലഭിക്കത്തില്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്റെ ഗ്രാമം ഒരു വളരെ കുഗ്രാമം എന്ന് പറയാം. അവിടെ ചാരായം വാറ്റി കുടിക്കുന്ന ഒരുപാട് വീടുകളുണ്ട്. അങ്ങനെ വാറ്റി ചാരായം കുറച്ചായിട്ട് കുടിക്കുകയും സിഗരറ്റും ചാരായവും എൻ്റെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളായിട്ട് മാറി. എന്നാൽ പള്ളിയിൽ പോകുന്നതിനും യുവജന സഖ്യത്തിൽ പങ്കെടുക്കുന്നതിനും മറ്റ് യാതൊരു കുഴപ്പമില്ലായിരുന്നു, യാതൊരു തടസ്സവും ഇല്ലായിരുന്നു. ഇത് രണ്ടും എൻ്റെ ജീവിതത്തിൽ വളരെ എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അനുഭവത്തിലൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടത്. ഈ സാഹചര്യത്തിലാണ് എൻ്റെ മർത്തോമ സഭയിലുള്ള അൽമായ നേതൃത്വവുമായിട്ടുള്ള സംശയം ചോദിക്കലും അപകാരപരമായിട്ടുള്ള ഉത്തരം പറച്ചിലും പാസ്റ്റർ രാജൻ ബാബു അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ഉത്തരവും ഒക്കെ എന്നെ വ്യത്യസ്തമായ ഒരു നിലയിലേക്കും ഒരു ചിന്താധാരയിലേക്കും എന്നെ കൊണ്ടുപോയി. അവസാനം 1982 ഏപ്രിൽ മാസത്തില് ഞാനായിട്ട് ചിന്തിക്കുന്നു, ഒന്നുകിൽ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നെങ്കിൽ ശരിയായ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണം, അതല്ല എങ്കിൽ ലോകത്തിൽ ലഭിക്കാവുന്ന എല്ലാ സൗഭാഗ്യങ്ങളും സുഖങ്ങളും അനുഭവിക്കണം. ഈ ഒരു ചിന്ത എന്റെ ഹൃദയത്തിൽ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. എന്നാൽ പിന്നത്തേതിൽ എനിക്ക് മനസ്സിലായി, ഈ ലോകത്തിൽ എത്ര സുഖം അനുഭവിച്ചാലും നമ്മുടെ ജീവിതത്തിൽ എത്ര വർഷം ജീവിച്ചും എത്ര വർഷം സുഖം എൻജോയ് ചെയ്യുമെന്ന് അറിയാൻ മേലാത്തത് കൊണ്ടും ഏത് സമയത്ത് ഒരു മനുഷ്യൻ മരിക്കാൻ ഇടയായിത്തീരുമെന്ന കാരണത്താലും അങ്ങനെയെങ്കിൽ സ്വർഗം ഉണ്ടെങ്കിൽ അത് നിത്യമാണ്, ഞാൻ സ്വർഗത്തിൽ പോകണം എന്നുള്ള ഒരു ആഗ്രഹം എന്റെ ഹൃദയത്തിലുണ്ടായി. എന്റെ വളരെ ലളിതമായ ഹൃദയത്തിലെ ചിന്തകളാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ തന്നെയായിരുന്നു ആ സമയങ്ങളിൽ. അങ്ങനെ 1982 ഏപ്രിൽ മാസം 5-ാം തീയതി എന്റെ കോളേജിൽ ഞാൻ വന്നതിന് ശേഷം എന്റെ ബെഡ്റൂമിൽ എന്റെ ടേബിളിന് മുമ്പിൽ ഞാൻ ഇരിക്കുമ്പോൾ ഈ ചിന്ത എന്റെ ഹൃദയം വല്ലാതെ ശക്തമായി തിരികെ, അങ്ങനെ സ്വർഗമുണ്ടെങ്കിൽ ദൈവം ഉണ്ടെങ്കിൽ ഞാൻ ആ ദൈവത്തിന് വേണ്ടി ദൈവഹിതമായിട്ട് തന്നെ ജീവിക്കാൻ തീരുമാനിക്കുന്നു. എന്റെ പാപങ്ങളെ ഞാൻ ഏറ്റു പറഞ്ഞു, യേശു ക്രിസ്തുവിനെ എന്റെ രക്ഷിതാവും കർത്താവുമായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. അത് 1982 ഏപ്രിൽ മാസം 5-ാം തീയതി ഞാൻ യേശു ക്രിസ്തുവിനെ എന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. ഈ വിഷയങ്ങൾ കുറച്ചായിട്ട് എന്റെ വീട്ടിൽ അറിയാൻ ഇടയായി തീർന്നു. എന്റെ മദർ എന്നെ ഒരുപാട് ശകാരിച്ചു.
ഞങ്ങളുടെ പശ്ചാത്തലത്തെ കുറിച്ച് അമ്മ എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അങ്ങനെ പെന്തക്കോസ്തിനോട് ഒരു ചായം എനിക്കുണ്ട് എന്ന് അവർ സംശയിച്ചു. ആ കാരണത്താൽ പള്ളിയിൽ എന്റെ ജീവിതത്തിന്റെ സ്വഭാവങ്ങളെ കുറിച്ച് വ്യത്യാസങ്ങളെ കുറിച്ച് അറിയിച്ചു. പള്ളിയിലെ ആത്മായ നേതാക്കന്മാര് ആരോട് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു, അവർ തന്നെ എന്നെ ശകാരിക്കാനായിട്ട് തുടങ്ങി. അവസാനം ബൈബിളിൽ എഴുതിയിരിക്കുന്നതിനനുസരിച്ച് ഒരാൾ രക്ഷിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിനെ രക്ഷിതാവ് കർത്തമായിട്ട് അവരവർ തന്നെ സ്വീകരിക്കുകയും യേശുവിനെ രക്ഷിതാവായിട്ടും ജീവിതത്തിന് നാഥനായിട്ടും സ്വീകരിക്കാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യാണ്. പാവത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതാണെന്ന് മനസ്സിലാക്കി അന്ന് ഞാൻ 1982 ഏപ്രിൽ മാസം 5-ാം തീയതി ഞാൻ അങ്ങനെ ചെയ്തു. അതിനുശേഷമായി ഞാൻ ആ ദിവസം തുടർന്നു വന്ന ബൈബിൾ പഠനം വളരെ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് തുടർന്നു കൊണ്ടുപോയി. അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരാള് വിശ്വാസ സ്നാനം സ്വീകരിക്കണം. അതാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ ആരംഭ പടികൾ എന്ന് മനസ്സിലാക്കി എന്നോട് സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്ന പാസ്റ്റർ രാജൻ ബാബു എന്ന് പറയപ്പെട്ട അദ്ദേഹത്തോട് തന്നെ ഞാൻ അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടു, പാസ്റ്റർ എനിക്ക് സ്നാനപ്പെടണം. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല, കാരണം എൻ്റെ കുടുംബത്തെ കുറിച്ച് ഓടിമാരി നല്ല അറിവ് അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെ പെന്തക്കോസ്തിലോട്ട് വലിച്ചുകൊണ്ട് പോയ വരാവുന്ന പരിണത ഫലത്തെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിച്ചിരുന്നിരിക്കാം. എന്നാൽ എന്നോട് ഒരിക്കൽ പോലും ഞങ്ങളുടെ സഭയിൽ വരണം, സ്നാനപ്പെടണം, പെന്തക്കോസ്തുകാരായി തീരണം എന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. എന്നാൽ ബൈബിളിലെ സത്യങ്ങൾ മനസ്സിലായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പോയി ആവശ്യപ്പെട്ടു എന്നെ സ്നാനപ്പെടുത്തണമെന്ന്. അങ്ങനെ ഒരു ദിവസം, ഒരുപക്ഷെ ഞാനത് ചെയ്ത തെറ്റായിരിക്കാം, കോളേജിൽ പോകാനായിട്ട് ഇറങ്ങി തിരിച്ചു. എന്നാലും ഞാനും അദ്ദേഹവുമായിട്ട് പാസ്റ്ററുമായിട്ടൊരു എഗ്രിമെന്റ് നേരത്തെ ചെയ്തിരുന്നു. ഞാൻ ഇന്നടുത്ത് റാന്നി വരും, പാസ്റ്റർ അവിടെ വന്ന് അവിടുന്ന് അദ്ദേഹം പറഞ്ഞ് മുണ്ടക്കയത്താണ് അദ്ദേഹം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. മണന്നമണ്ണിൽ എന്റെ ഗ്രാമത്തിൽ വരുന്നതിന് മുമ്പ് വരെ മുണ്ടക്കയത്ത് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. അവിടെ മുണ്ടക്കയത്ത് പോയി അവിടെ സ്നാനപ്പെടാം എന്ന് അദ്ദേഹം എന്നോട് പറയും. ഞാൻ റാന്നി വന്നു, അദ്ദേഹം റാന്നി വന്നു. ഞാൻ എന്റെ കോളേജിലെ പുസ്തകങ്ങളോട് കൂടെ തന്നെ ഒരു എക്സ്ട്രാ ഒരു ജോഡി തുണിയും കരുതിയിരുന്നു. ഞങ്ങൾ മുണ്ടക്കയത്ത് പോയി സ്നാനപ്പെട്ടു, തിരിച്ച് മണന്നമണി വന്നു. അപ്പോഴത്തേക്കും എന്റെ സ്നാനപ്പെട്ട വിഷയം വീട്ടിലും അറിഞ്ഞു, പള്ളിക്കാരറിഞ്ഞു. അവസാനം പള്ളിയില് ഞങ്ങളെ കുറിച്ചുള്ള കംപ്ലൈന്റ് ഒരു ഷോക്കോസ് നോട്ടീസ്, ഇന്ന് ഷോക്കോസ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് മനസ്സിലാവും. അന്ന് ഇതിന്റെ ഒന്നും മറുപടിയോ അർത്ഥം എനിക്കറിയത്തില്ല. അത് ഷോക്കോസ് നോട്ടീസ് എന്റെ അപ്പൻ അയച്ചു. മിസ്റ്റർ മാത്യു, നിങ്ങളുടെ മകൻ ഇന്നാര് നമ്മുടെ സഭാ പ്രമാണങ്ങളെയും ആ പഠിപ്പികളെയും ധിക്കരിച്ചുകൊണ്ട് പെന്തക്കോസ്തിൽ പോയി എന്ന് കേട്ടു. അതിന്റെ കാരണം ഇന്ന ഇത്ര ദിവസം ബോധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടിലൊരു ഷോക്കോസ് നോട്ടീസ് അയച്ചു. അപ്പോഴത്തേക്ക് എന്റെ ഫാദർ വല്ലാത്ത ടെൻഷനായി തീർന്നു. ആ സമയത്ത് എനിക്ക് മണന്നമണ്ണ് കോഴഞ്ചേരി കോളേജിൽ പോയിട്ട് വരാൻ 5 രൂപ മതി കൺസെഷൻ ടിക്കറ്റിൽ. അങ്ങനെ ആഴ്ചയിൽ കിട്ടിക്കുന്ന 5 രൂപ വണ്ടിക്കൂലി എന്റെ ഫാദറിനോട് ചോദിച്ചു. അപ്പോഴത്തെ ഭയങ്കരമായിട്ടുള്ള ഫാദർ ഒരു ഭാഗത്തും മദർ ഒരു ഭാഗത്തും ഇങ്ങനെ പ്രതികൂലങ്ങളായി. അവസാനം ഞാൻ അടുത്ത മൺഡേ വണ്ടിക്കൂലിക്ക് ചോദിച്ചപ്പോ ഫാദറിനോട് പറഞ്ഞു, 5 പൈസ നിനക്ക് തരത്തില്ല, 5 രൂപ അല്ല, പോയിട്ട് 5 പൈസ നിനക്ക് തരരുത്, പെന്തക്കോസ്തുകാരോട് ചോദിക്കും, അവിടെ നിനക്ക് തരും എന്ന് പറഞ്ഞിട്ട് എന്നെ വല്ലാത്ത വേദനിപ്പിച്ചു. എങ്കിൽ തന്നെ എങ്ങനെയൊക്കെയോ എൻ്റെ കോളേജ് വിദ്യാഭ്യാസം 3 വർഷവും തീരാനായിട്ട് ഇടയായി തന്നു. ആ സമയങ്ങളിലാണ് പത്തനംതിട്ട ജില്ല ഫോം ആകുന്നത്. 1981-ലാണോ 82-ലാണോ എന്ന് എനിക്കറിയത്തില്ല. 82-83 പീരീഡിലാണ് പത്തനംതിട്ട ജില്ല യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹിയായി തീരാൻ ഞാൻ യൂത്ത് കോൺഗ്രസിലും KSUവിന്റെ പത്തനംതിട്ട ഡിസ്ട്രിക്ട് കമ്മിറ്റിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എങ്ങനെയോ ഞാൻ എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷമായിട്ട് ആ ഡിഗ്രിയുടെ 2nd ഇയർ മുതൽ 3rd ഇയറിന്റെ ലാസ്റ്റ് വരെയുള്ള പീരീഡിൽ എൻ്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കാനായിട്ട് തുടങ്ങി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഇന്ന് എനിക്ക് മനസ്സിലാവുന്ന പരിശുദ്ധാത്മാവാണ്, അന്ന് എനിക്കറിയത്തില്ല, സ്ട്രോങ് തോട്ട് എന്റെ ഹൃദയത്തിൽ വരുവാനും എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച സമൂലമായ പരിവർത്തനം കേട്ടിട്ടുണ്ട്. എന്നാൽ എന്റെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു. എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ദൈവത്തെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജീവിച്ചു വരുന്ന പശ്ചാത്തലത്തിലും ആ അനുഭവത്തിൽ ജീവിക്കുന്നവരോട് പറയണം. അല്ല എങ്കിലും ഒറ്റവാക്കി പറഞ്ഞ സുവിശേഷ പ്രവർത്തനം എന്റെ ജീവിതത്തിന്റെ ഒരേ ഒരു ലക്ഷ്യം അത് മാത്രമാണ്. എന്നെ ജീവിക്കുന്നിടത്തോളം കർത്താവിന് വേണ്ടി ജീവിക്കണം എന്നുള്ള ഒരു തീരുമാനം എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നുകൊണ്ട് മർത്തോമ അച്ചപ്പാട്ടത്തിന് പോകാനിരിക്കുന്ന തീരുമാനത്തിൽ വ്യതിചലിച്ച് പെന്തക്കോസ്ത് സഭയോടുള്ള ബന്ധത്തിൽ ഞാൻ ആ സമയത്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ന്യൂ ഇന്ത്യ ദൈവസഭയുടെ മണന്നമണ്ണുള്ള സഭയിലെ ഒരു അംഗമായി തീരുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ ആ സഭയുടെ ആരാധനയിലും മെമ്പർഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം എൻ്റെ എക്സാം
ഡിഗ്രിയുടെ എക്സാം തുടർന്ന് കഴിഞ്ഞ അതേ ദിവസങ്ങളിൽ തന്നെ ഞാൻ കേട്ടു ഇങ്ങനെ മണക്കാലയിൽ ഒരു ബൈബിൾ കോളേജ് ഉണ്ട്. കാരണം എൻ്റെ ഗ്രാമത്തിൽ തന്നെ ഒരു ദൈവദാസൻ, ഒരു സഹോദരൻ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം റോമൻ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ഒരുപാട്, ഞാൻ അനുഭവിച്ചതിനേക്കാൾ ഒരുപാട് പ്രതികൂലങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് വന്നതാണ്. അദ്ദേഹം മണക്കാലയിലെ പഠിക്കുന്നുണ്ടെന്ന് കേട്ടു. അത് മണക്കാലയിലെ ബൈബിൾ കോളേജിനെ കുറിച്ച് അവർ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എൻ്റെ ഡിഗ്രിയുടെ എക്സാം കഴിഞ്ഞ ആ ആഴ്ച തന്നെ മണക്കാലയിലെ ബൈബിൾ കോളേജിൽ ചേരാനായിട്ട് ഞാൻ ആപ്ലിക്കേഷൻ അയച്ചു. അവിടുത്തെ ഓറിയന്റേഷൻ ക്ലാസ്സിൽ പങ്കെടുത്തു. അന്ന് അവിടെ BTH ആയിരുന്നു ഉള്ളത്. അങ്ങനെ മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാറിൽ BTHന് ഞാൻ അഡ്മിഷൻ എടുത്തു. കോളേജിലെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഓറിയന്റേഷൻ ക്ലാസ് തുടങ്ങി. തുടർമാനമായിട്ട് ഞങ്ങൾ BTH പഠിച്ചുകൊണ്ടിരുന്ന ആ സമയത്താണ് അവിടെ സെറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ BD അഫിലിയേറ്റഡ് കോഴ്സ് ആരംഭിച്ചത്. അങ്ങനെ ഞാനും എന്നോട് കൂടെ അന്ന് ഉണ്ടായിരുന്ന 4 പേര്, ഞങ്ങൾ 5 പേരും കൂടെ ചേർന്നിട്ട് അവിടുത്തെ ടീച്ചേഴ്സിന്റെ സപ്പോർട്ടില് മണക്കാല ബൈബിൾ കോളേജിലെ BD സെറാംപൂർ അഫിലിയേറ്റഡ് കോഴ്സ് ആരംഭിച്ചു. ഞാൻ അവിടുത്തെ മണക്കാല ബൈബിൾ കോളേജിലെ BDയുടെ ഫസ്റ്റ് ബാച്ച്, ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് ഒന്ന്. അങ്ങനെ BD വിദ്യാഭ്യാസത്തോട് പോയിക്കൊണ്ടിരുന്നു. പ്രധാന വേല ചെയ്യുക എന്നുള്ളത് ഒറ്റ ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. വീട്ടിൽ ഒരുപാട് പ്രതികൂലമായി. അവസാനം എൻ്റെ മദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവരുടെ വീട്ടിലെ സഹോദരങ്ങളും ഒക്കെ ആയിട്ട് ചിന്തിച്ച് പറഞ്ഞു, നീ ഞങ്ങളുടെ ഉപദേശം കേട്ട മർത്തോമാ സഭയിൽ തന്നെ നിന്നാൽ ഇവിടുത്തെ നിനക്ക് കിട്ടാനുള്ള ഈ വീടും ഇതിനോട് ചേർന്നുള്ള സ്ഥലമെല്ലാം നിനക്ക് തരാം. അതല്ല, നീ ഞങ്ങളുടെ വാക്കിനെ ധിക്കരിച്ച് പെന്തക്കോസ്തിൽ പോവുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു പിടി മണ്ണ് നിനക്ക് തരത്തില്ല. ഇന്നു മുതൽ നിന്നെ പോലൊരു ഒരുത്തനെ ഞാൻ പ്രസവിച്ചിട്ടില്ല എന്ന് ഞാൻ കരുതുക, നീ എൻ്റെ മോനുമല്ല എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ തന്നെ അമ്മ എൻ്റെ വരാന്തയുടെ തൊട്ട് ഔട്ട്സൈഡിൽ ഇരുന്നാ സംസാരിക്കുന്നത്. ഞാൻ തൊട്ട് മുറ്റത്ത് വന്നിട്ട് ഞാനിങ്ങനെ 1 മിനിറ്റ് ചിന്തിക്കാനായിട്ട് തീർന്നു. ഞാന് പെന്തക്കോസ് അനുഭവത്തിൽ പെന്തക്കോസുകാരുടെ കാര്യങ്ങളൊക്കെ ചേർത്ത് അവിടെ പുറകെ നടന്ന എൻ്റെ ഈ വീടും ഈ സ്വത്തുക്കളെല്ലാം എനിക്ക് നഷ്ടപ്പെടും. എന്താ ചെയ്യണ്ടേ? അതല്ല എങ്കിൽ എൻ്റെ തീരുമാനം. ഇപ്പം പെട്ടെന്ന് ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തില്, ഞാൻ അന്നു മുതലേ വായിച്ചുകൊണ്ടുള്ള വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ വളരെ ശക്തമായിട്ട് ഇടപെടാൻ തുടങ്ങി. എൻ്റെ നാമനിമിത്തം അപ്പനെയോ അമ്മയോ അല്ലെങ്കിൽ ഇന്നതിനൊക്കെ നഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ കിട്ടും. അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ ഏറ്റു പറയാൻ മടിച്ചാൽ യേശുക്രിസ്തു എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ള വിഷയം എൻ്റെ ഹൃദയം പെട്ടെന്ന് ഒരു എക്കോ പോലെ തോന്നുന്നതൊക്കെ രീതിയിൽ എൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് വസ്തുവോ വീട് തന്നാലും തന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എടുത്ത എൻ്റെ തീരുമാനത്തിന് യാതൊരു മാറ്റമില്ല, ഞാൻ അതിനുവേണ്ടി മുന്നോട്ട് പോയിക്കും. ആ സമയത്ത് തന്നെ എന്നെ പറയും, നിന്നെ പോലെ എടുത്താൽ ഞാൻ പ്രസവിച്ചിട്ടില്ല, നീ എൻ്റെ മകനുമല്ല എന്ന് എൻ്റെ മാതാ എന്നോട് പറഞ്ഞു. ആ സമയങ്ങളിൽ അടുത്ത 1 വർഷത്തെ കോളേജ് വിദ്യാഭ്യാസം തന്നെ വളരെ ഈ 5 രൂപയ്ക്ക് ആഴ്ച 5 രൂപയ്ക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ BD പഠനത്തിന് വേണ്ടി മണക്കാലയിൽ ചേർന്നു. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യത്തെ വർഷങ്ങൾ BTH ആയിരുന്നു. BTH 1 വർഷം കഴിയുമ്പോഴാണ് BDയുടെ തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ 5 പേര് ഓട്ടോമാറ്റിക്കലി BTH കോഴ്സിൽ നിന്ന് BDയിലേക്ക് ട്രാൻസ്ഫർ ആയി ഞങ്ങൾ പഠനം തുടർന്നുകൊണ്ടിരുന്നു. ആ സമയങ്ങളിൽ എനിക്ക് ന്യൂന്ത്യ ദൈവസഭയുടെ ബന്ധത്തിലുള്ള ചില ചർച്ചകളിൽ ശുശ്രൂഷിക്കാനായിട്ട് പക്ഷെ VA തമ്പിച്ചാൻ എന്നെ സഹായിച്ചു. അങ്ങനെ എന്നെ സഭാ പ്രവർത്തനത്തിലും പഠിത്തവും ഒരേ സമയത്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ടിരുന്നു. അങ്ങനെ എൻ്റെ BD പഠനത്തിന്റെ മധ്യഭാഗത്ത് തന്നെയാണ് ഞാൻ മടനവളിൽ നിന്നും റാന്നിയിൽ വരണം, റാന്നിയിൽ നിന്നും മണക്കാലയിൽ പോകണം. ആ സമയമൊക്കെ ഒരുപാട് പാസ്റ്റർമാര് ഇട്ടിയപ്പാറ സ്റ്റാൻഡിൽ ഒരു ദിവസം പാസ്റ്റർമാരെ ഒത്തിരി പാസ്റ്റർമാർ അവിടെ കാണാൻ സാധിക്കും. സോ എല്ലാവരും അടുത്തുള്ള ഗ്രാമങ്ങളിലോ പള്ളികളിലോ ശുശ്രൂഷിക്കുന്നവരാ. എൻ്റെ ഹൃദയത്തൊരു ചിന്ത ഇങ്ങനെ വന്നു, ഇത്രയും പാസ്റ്റർമാരെ പ്രവർത്തിക്കുന്ന ഈ സ്ഥലത്ത് ഞാനും കൂടെ എൻ്റെ ജീവിതത്തെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്താ കഥ? അതിൽ ഇത്രയും പാസ്റ്റർമാരുടെ ഇടയിൽ ഞാനിവിടെ എന്നെ തന്നെ ഇൻസേർട്ട് ചെയ്തില്ലെങ്കിൽ തന്നെയും വലിയ നഷ്ടങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പ്രവർത്തനത്തിന്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു ചോദ്യം, ദൈവാത്മാവെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാകുന്ന ഒരു ചോദ്യം എൻ്റെ ഹൃദയത്തിൽ വന്നു. ആ ചോദ്യം ഇങ്ങനെയായിരുന്നു, why can't you go somewhere where gospel is not reached and missionaries are not willing to go? സുവിശേഷം എത്താത്ത, സുവിശേഷകർ പോകാൻ മടിക്കുന്ന സ്ഥലത്തോ നിനക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എൻ്റെ ഹൃദയത്തിൽ വന്നു. ആ ക്വസ്റ്റ്യൻ കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് മണക്കാലയിൽ എൻ്റെ സീനിയറായി പഠിച്ചുകൊണ്ടിരുന്ന
ഒരു ആളുണ്ട്, ജെയിംസ് റാം എന്ന് പറയും. അദ്ദേഹം നേപ്പാളിൽ നിന്നുള്ള ഒരു പൂജാരിയുടെ മകന് പൂജാരിയുമായിരുന്നു. അദ്ദേഹത്തിൽ നിന്നും നേപ്പാളിനെ കുറിച്ച് കേൾക്കാൻ ഇടയായിത്തീർന്നു. അതേപോലെ തന്നെ മാർത്തോമ ചർച്ചിൽ ഞങ്ങളുടെ യുവജന സഖ്യത്തിൽ ഉണ്ടായിരുന്ന ഒരു ബ്രദർ ഭൂട്ടാനിൽ സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഭൂട്ടാനെ കുറിച്ച് കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം നേപ്പാളിനെ കുറിച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, നീ എന്നെ അയക്കുകയാണെങ്കിൽ ഞാൻ നേപ്പാളിൽ പോകാൻ ഞാൻ തീരുമാനിക്കുക. നേപ്പാളിനെ കുറിച്ച് ജെയിംസ് റാം പറഞ്ഞ കേട്ടുകഴിവല്ലാതെ എനിക്ക് അറിയത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു ഇന്നർ അങ്ഷൻ എന്ന് പറയപ്പെടുന്ന ഉള്ളത്തിൽ നിന്നുള്ളൊരു പ്രേരണ എന്ന് പറയപ്പെടുന്ന ഒരു പ്രേരണ എനിക്ക് കിട്ടിയില്ല നേപ്പാളിൽ പോകാനായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത ഈ ഭൂട്ടാനെ കുറിച്ച് പ്രാർത്ഥിച്ചു. സെയിം രീതിയിൽ ഭൂട്ടാനിൽ പോകണം എന്ന് ദൈവാത്മാവ് എന്നോട് പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് റാന്നിയില് ഒരു ജോയി ചാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ണറായിട്ട് മണനവളിൽ എന്റെ സഭയിലുള്ള അമ്മോന ചായൻ എന്ന് പറയപ്പെടുന്ന ഒരാള്, അവർ രണ്ടുപേരും ആൻഡമാൻ ദ്വീപുകളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഫോറസ്റ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ് അതില് വലിയ കൊടും വനം വെട്ടി തടികൾ ഗവൺമെന്റ് മില്ലിൽ സപ്ലൈ ചെയ്യുന്ന ഫോറസ്റ്റ് എക്സ്ട്രാക്ഷൻ കോൺട്രാക്ട് ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ അമ്മോന ചായൻ എന്ന് പറയുന്ന ആള് ആൻഡമാൻസിൽ കൂപ്പ് കോൺട്രാക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ വല്ലപ്പോഴും ഒരിക്കൽ 6 മാസം 1 വർഷം കൂടുമ്പോൾ വല്ലപ്പോഴും ഒരിക്കൽ 1, 2, 4 ദിവസത്തിൽ കേരളത്തിൽ വരും. അങ്ങനെ അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ ഇടയ്ക്ക് ആൻഡമാൻസിലാണ് ഞാൻ എന്റെ ഇന്ന വർക്കാണ് അവിടെ സൂക്ഷിക്കപ്പെടുന്ന വളരെ പരിമിതമായ, അവിടെ വരാൻ ആരുമില്ല, പ്രവർത്തകരും ഇല്ല, വളരെ പരിമിതമായ ക്രിസ്തീയ അനുഭവങ്ങളെ ഉള്ളൂ എന്ന് കേൾക്കുകയും അങ്ങനെ ആൻഡമാൻസിനെ കുറിച്ച് പ്രാർത്ഥിക്കുകയും നേപ്പാള്, ബർമ്മ, ഭൂട്ടാൻ എന്നീ സ്ഥലങ്ങളെ കുറിച്ച് പ്രാർത്ഥിച്ച പോലെ തന്നെ ആൻഡമാൻസിനെ കുറിച്ച് പ്രാർത്ഥിക്കും തോറും അതിനെ വല്ലാത്ത സ്ട്രോങ് ആയിട്ടുള്ള വളരെ ശക്തമായ ദൈവീയ പ്രേരണയായിട്ട് എനിക്ക് മനസ്സിലാക്കി ഇടയായിത്തീർന്നു. അങ്ങനെ എന്റെ ഹൃദയത്തിൽ ഒരു തീരുമാനമായി ആൻഡമാൻസിൽ പ്രവർത്തനത്തിന് വേണ്ടി പോകാൻ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു, എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നെനിക്ക് നിശ്ചയമായ കാരണത്താൽ ഞാൻ അവിടെ പോകാൻ തീരുമാനിച്ചു. പക്ഷെങ്കിൽ ഞാൻ പോകാൻ തീരുമാനിച്ചപ്പോഴത്തേക്കും എനിക്ക് യാതൊരു വിധമായ ആത്മീയമായിട്ടുള്ള മറ്റേതെങ്കിലും ആയിട്ടുള്ള ഒരു പ്രേരണ, ദൈവീയമല്ല മാനുഷികരതി എന്നുള്ള യാതൊരു കൈത്താങ്ങൽ എനിക്ക് ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പാസ്റ്റർ B.A. തമ്പിച്ചാനോട് ചെന്ന് പറഞ്ഞു, എനിക്ക് ആൻഡമാൻസിൽ പ്രവർത്തനത്തിന് പോകാൻ താല്പര്യമുണ്ട്, എന്നെ പ്രാർത്ഥിച്ചയക്കണം എന്ന് തമ്പിച്ചാനോട് ഞാൻ പറഞ്ഞപ്പോൾ തമ്പിച്ചാനോട് പറഞ്ഞത് എന്റെ വീട്ടിൽ നിന്നുള്ള പ്രതികൂലം അദ്ദേഹത്തെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടും എന്തുകൊണ്ടൊക്കെയോ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ആൻഡമാൻസിൽ പോകണ്ട, അവിടെ ഒരുപാട് പ്രതികൂലമാണ്. നേരെ മറിച്ച് ആ 7 ദിവസങ്ങളിൽ മഹാരാഷ്ട്ര ഔറംഗാബാദ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ന്യൂ ഇന്ത്യ ദൈവസഭയുടെ വലിയൊരു സഭയുണ്ട്, വലിയ ലാർജ് ചർച്ചാണ്. അതിന് പാസ്റ്റർ കഴിഞ്ഞ ആഴ്ചയിൽ മരിച്ചുപോയി. അതുകൊണ്ട് നീ ഔറംഗാബാദിൽ പോയി ആ ചർച്ചിന്റെ ശുശ്രൂഷ ഏറ്റെടുത്ത് അവിടെ പ്രവർത്തിക്കണം, ആൻഡമാൻസിൽ പോകണ്ട. അപ്പൊ ഞാൻ പഠിച്ചു വന്നത് നേതൃത്വത്തെ അനുസരിക്കാനും കീഴ്പ്പെടുവാനുമായിട്ടാണ് ഞാൻ പഠിച്ചു വന്നത്. ശരി എന്ന് തമ്പിച്ചാനോട് ഞാൻ പറഞ്ഞു. ആ സമയത്ത് ഞാൻ കേരളത്തിൽ വെച്ചൂച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് ന്യൂ ഇന്ത്യ ദൈവസഭയുടെ ശുശ്രൂഷയായിട്ടിരിക്കുന്ന സമയത്താണ്. ഞാൻ ആ സമയത്ത് ചങ്ങനാശ്ശേരിയാണ് ന്യൂ ഇന്ത്യ ചർച്ചോന്റെ ഹെഡ്ക്വാർട്ടർ. ഞാൻ അവിടെ വന്നു. തമ്പിച്ചാനോട് പറഞ്ഞു. തമ്പിച്ചാൻ പറഞ്ഞു പോകണ്ട, ഔറംഗാബാദിൽ പോകണം. ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ മടങ്ങി വെച്ചൂച്ചിറയിൽ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന വാടക വീട്ടില് അവിടെയാണ് ആരാധന നടത്തിക്കുന്നത്. അവിടെ വന്നു. അദ്ദേഹം പറഞ്ഞനുസരിച്ച് പോകാമെന്ന് ചിന്തിച്ചു. എന്നാൽ ആ സമയങ്ങൾ മുതൽ 2 ആഴ്ചയോളം ഓൾമോസ്റ്റ് 14-15 ദിവസത്തോളം എന്റെ സകല മാനസിക സമാധാനം എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ എന്തോ പാപം ചെയ്തു എന്നുള്ള നിലയിൽ എന്റെ ഹൃദയത്തിന്റെ സകല സമാധാനം നഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എന്താണ് എന്റെ ഹൃദയത്തിൽ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എന്റെ സമാധാനം നഷ്ടപ്പെട്ടു എന്ന് തോന്നാവുന്ന രീതിയിൽ ഒരു പാപമോ തെറ്റോ ചെയ്തായിട്ട് എനിക്ക് ഓർമ്മയില്ല. ആ സമയത്ത് ദൈവം വളരെ സ്പെസിഫിക് ആയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു, ഐ വാണ്ട് യു ടു ഒബേ മീ റാദർ ദാൻ മാൻ. മനുഷ്യനേക്കാളും നീ എന്നെ അനുസരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ തമ്പിച്ചാനെ പോയി കണ്ട്, തമ്പിച്ചാൻ എനിക്ക് ആൻഡമാൻസിൽ പോകണം, അതാ ദൈവഹിതം എന്ന് മനസ്സിലാവും. ആ സമയത്ത് തമ്പിച്ചാൻ അല്പം പരുഷമായിട്ടും ഇച്ചിരി ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, ഇഫ് യു വാണ്ട് ടു ഗോ യു ഗോ, ബട്ട് ഇറ്റ് വോണ്ട് ബി അവർ വർക്ക് ആൻഡ് വി വോണ്ട് ബി ഏബിൾ ടു സപ്പോർട്ട് യു. നീ പോകുന്നെങ്കിൽ പോക്കോ, പക്ഷെ അത് ഞങ്ങളുടെ പ്രവർത്തനമായിരിക്കും, നിന്നെ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വല്ലാത്ത വിഷമഘട്ടത്തിലായി. ലോകത്തിൽ
ഒരു സിംഗിൾ പൈസ എനിക്ക് തന്ന് സഹായിക്കാൻ ലോകത്തിൽ ആരുമില്ല. ആത്മീയ സപ്പോർട്ടിന് പാസ്റ്റർ രാജൻ ബാബു അല്ലാതെ അദ്ദേഹം ഒരു മൂത്ത ജ്യേഷ്ഠന്റെ അപ്പന്റെ സ്ഥാനത്ത് തന്നെ എന്നെ ഉപദേശം തരുന്നത് എൻകറേജ് ചെയ്തത്. അതായത് അദ്ദേഹത്തിന് എനിക്ക് പൈസ തന്ന് സഹായിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് ബൈബിളിൽ ഞാൻ അതുവരെ വായിച്ചുകൊടുന്ന ആ ഭാഗങ്ങൾ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ വന്നു ഇടപെടാൻ തുടങ്ങി. If the God of Abraham is still alive, he will sustain me. അബ്രഹാമിന്റെ ദൈവം ഇന്ന് ജീവനോടുണ്ടെങ്കിൽ ആ ദൈവം എന്നെ പുലർത്തും എന്നുള്ള ഒരേ വാക്ക് എന്റെ ഹൃദയത്തിൽ വന്നു. എന്തുകൊണ്ടോ ഞാൻ തെറ്റായിരിക്കും ചെയ്ത് എന്റെ കയ്യിൽ അന്ന് വിശ്വാസ കുറവുകൊണ്ടായിരിക്കും. ഞങ്ങളുടെ ഒരു ഫാമിലി സുഹൃത്തുണ്ട്, ഞങ്ങളുടെ വീട്ടിലെ ഷീറ്റും റബ്ബറും ഒക്കെ അവർക്കാണ് കൊടുക്കുന്നത്. അങ്ങനെ അവിടെ ചെന്നിട്ട് അവരോട് ഞാൻ 400 രൂപ കടം മേടിച്ചു. ആ 400 രൂപ കടം മേടിച്ചു. അതുകൊണ്ട് ഞാൻ എന്റെ ആൻഡമാൻസ് ഉണ്ടായിരുന്ന അയൽവക്കക്കാരെ പറഞ്ഞതിനനുസരിച്ച് ചെന്നൈയിൽ കപ്പൽ കയറണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് 400 രൂപയും കൊണ്ട് ഞാൻ തിരുവല്ല വാങ്ങും, ടിക്കറ്റ് എടുത്തു, ചെന്നൈ ചെന്നു. ചെന്നൈയിൽ ഇറങ്ങിയിട്ട് എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല, എവിടെ പോകണം, എങ്ങനെ പോകണം. അവസാനം ഒരു ചെറിയ ലോഡ്ജിൽ താമസിച്ചു. തിരക്കി ഒരു ആഴ്ചയ്ക്ക് ശേഷമാണ് അറിയാൻ പറ്റിയത് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന ഒരു ഓഫീസുണ്ട്, അത് ഇന്നടത്താണ്. അവിടെ ചെന്നാൽ ആൻഡമാൻസിൽ പോലെ കപ്പൽ കിട്ടും. അത് തേടി അവിടെ ചെന്നു. അവിടെ കപ്പലിൽ ടിക്കറ്റ് എടുക്കാൻ 10,000 ആളുകൾ അവിടെ കിടക്കുക. രാത്രി പകലും ആഴ്ചകളായിട്ട് ആ വഴി തന്നെ കിടക്കുന്നവരുണ്ട്. കാരണം ഈ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആൻഡമാൻസിലോട്ട് ഓടിച്ചുകൊണ്ടിരുന്ന കപ്പല് സൗദി അറേബ്യയുടെ 2 ചെറിയ കപ്പലുകൾ വാടകയ്ക്ക് ഓടിച്ചുകൊണ്ടിരുന്നത്. അതല്ലാതെ ഈ കുവൈറ്റ് പ്രോബ്ലംസിലൊക്കെ അവിടുത്തെ കുവൈറ്റിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുവരാനായിട്ട് ഗവൺമെന്റ് ഉപയോഗിച്ച അക്ബർ എന്ന് പറയപ്പെടുന്ന ഒരു കപ്പൽ. ഇതിന് ടിക്കറ്റ് 100, 400, 500 ടിക്കറ്റ് കൊടുത്തതിന് ശേഷം ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്യും, തീർന്നു പോയെന്ന് പറയും. ബാക്കി മുഴുവൻ ടിക്കറ്റിന്റെ വിലയുടെ 5-10 ഇരട്ടി വിലയ്ക്ക് ബ്ലാക്ക് മാർക്കറ്റിലാണ് വിൽക്കുകയാണ്. അതുകൊണ്ട് ഓരോ ദിവസവും ഷിപ്പ് വരും. അതിനുശേഷം 1.5 ആഴ്ച കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു ഷിപ്പ് അടുത്ത ഷിപ്പുള്ളൂ. അതുവരെയും കാത്തിരിക്കണം. എങ്ങനെയോ ഒരാഴ്ചക്ക് ശേഷം എനിക്ക് ഒരു ഷിപ്പ് ടിക്കറ്റ് ഞാൻ വാങ്ങി. അന്നത്തെ ഷിപ്പിന്റെ ടിക്കറ്റിന് വില 86 രൂപ 10 പൈസയാണ്. ബങ്ക് ക്ലാസ്, ക്യാബിൻ ക്ലാസ് അല്ല, ബങ്ക് ക്ലാസ്. ബങ്ക് എന്ന് പറയാൻ എനിക്ക് അറിയത്തില്ല, എന്താണെന്ന് കപ്പലെന്ന് പറയാൻ എനിക്ക് അറിയത്തില്ല. ടിക്കറ്റ് വാങ്ങി ഷിപ്പിൽ കയറി ബങ്കിന്റെ ആ ഇതിൽ പോയി. അന്നത്തെ കപ്പൽ ചെറിയ ഇപ്പൊ ഞാൻ ഇരിക്കുന്ന പോലെ കസേറയാണ്. ഈ നജറ്റ് 1, നജറ്റ് 2 എന്ന് പറയുന്ന 2 സൗദി അറേബ്യയുടെ ഫെറി, അവിടെ ഉപയോഗിക്കുന്ന ഫെറിയാണ്. ഇതുപോലെ കസേര അവിടെ ഇങ്ങനെ ഇരുന്ന് പോകണം. അപ്പം കപ്പൽ പോകെ ബേ ഓഫ് ബംഗാളിൽ കൂടെ പോകുന്നു. 5 ദിവസത്തെ കപ്പൽ യാത്രയാണെന്ന്. ഇങ്ങനെ മുന്നോട്ടും പുറമോട്ടും സൈഡിലോട്ടും ഇങ്ങനെ റോൾ ചെയ്ത് പോകെ കപ്പൽ വിട്ട് 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തേനും അവിടെയുള്ള പാസഞ്ചർക്ക് ഛർദ്ദിക്കാൻ തുടങ്ങും. ആ ഛർദ്ദിൽ വരെ മലമൂത്ര വിസർജന ഛർദ്ദിൽ മുഴുവൻ അവിടെ ഇരിക്കുന്നിടത്താണ്. ഇടയിൽ വല്ലാത്ത മാനസിക സംഘർഷമില്ല, ആഹാരം കഴിക്കാനില്ല. കാരണം 400 രൂപയുടെ ചെന്നൈ വന്നു തിരുവല്ലയിൽ നിന്ന്. ചെന്നൈയിൽ നിന്ന് 86 രൂപ 10 പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തു. 4-5 ദിവസം 80 രൂപയുടെ വാടകയ്ക്കുള്ള ലോഡ്ജിൽ താമസിച്ചു. പൈസ ഇല്ല. അവസാനം ഒരു നേരം ആഹാരം കഴിക്കും, ഒരുപാട് വെള്ളം കുടിച്ച് വയറ് വീർപ്പിക്കും. അങ്ങനെ 5 ദിവസം, ചില ദിവസം കഴിക്കും, ചില ദിവസം കഴിക്കത്തില്ല. ഇങ്ങനെ 5 ദിവസത്തിന് ശേഷം എനിക്ക് കിട്ടിയ ഒരേ ഒരു അഡ്രസ്, ചെറിയൊരു തുണ്ട് പേപ്പർ തന്നെ, നെല്ലിക്കൽ കമ്പനി, ലിറ്റിൽ ആൻഡമാൻ. ഇത് മാത്രമേ എനിക്കറിയത്തുള്ളൂ. നെല്ലിക്കൽ കമ്പനി എന്ന് പറഞ്ഞാൽ ഈ ഫോറസ്റ്റ് വിട്ടിരിക്കുന്ന അവരുടെ പേരാ നെല്ലിക്കൽ. റാന്നിയിലെ ഐത്തലെ ഉള്ള ജോയിച്ചാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കുടുംബ പേരാണ് നെല്ലിക്കൽ ജോയിച്ചാൻ എന്ന് പറയും. ഞാൻ ഇന്ന് അദ്ദേഹം മരിച്ചു, ഇന്ന് ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പിന്നെ ഓർത്തഡോക്സ് യാക്കോബക്കാരാണ്, ക്നാനാക്കാരനാണ്, ബന്ധുക്കോസുകാരനല്ല. പക്ഷേ ഏതൊരു ബന്ധുക്കോസുകാരനേക്കാളും എനിക്ക് എന്നും അദ്ദേഹം ഉപകാരമായിട്ട് തീർന്നിട്ടുണ്ട്. അദ്ദേഹത്തോട് ആ റെസ്പെക്ട് എനിക്ക് എന്നും അദ്ദേഹത്തെ കുടുംബത്തോടുണ്ട്. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. നെല്ലിക്കൽ കമ്പനി ലിറ്റിലാണ്. ഞാൻ കപ്പലില് 5ാമത്തെ ദിവസം പോർട്ട് ബ്ലെയർ വരുമ്പോൾ ഞാൻ ആളോട് ചോദിച്ചു, ഈ അഡ്രസ് എവിടെയാണ്? ആളുകൾ പറഞ്ഞു, ഇത് ഇവിടെ അല്ല, ഇവിടുന്ന് വേറൊരു സ്ഥലത്തോട്ട് വേറൊരു കപ്പലിൽ കയറി വേറെ ദിവസം പോകണം. അവസാനം ഞാൻ കപ്പലെ തന്നെ ചത്തുപോകുമെന്ന് വിചാരിച്ചു. അതുപോലെ വേദന. അതുപോലെ
എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ ശരീരം അങ്ങനെ വിറച്ചുകൂടി, ആഹാരമില്ല, ഛർദിയില്ല, പട്ടിണി കിടന്ന് 5 ദിവസം കഴിഞ്ഞിട്ട് ഇത്രയും ആളുകളുടെ ഇടയ്ക്ക് ആളുകൾ പറഞ്ഞ് അടുത്ത് വേറൊരു ദിവസം വേറൊരു സ്ഥലത്ത് പോകണം. സോ പോൾവേറെ ഞാൻ കപ്പലിറങ്ങി ഇങ്ങനെ ആടി ബിയെ തമ്പിച്ചാൻ എഴുതി ഇതാ ഞാൻ വേഗം വരുന്നത് കുറച്ച് ട്രാക്ക്, മലയാളത്തിൽ ഒരു ട്രാക്ക്, ഒരു ബക്കറ്റിൽ ഇട്ടിട്ട് ചെറിയൊരു ബ്രീഫ് കേസ് ഉണ്ട്. ഇത് എടുത്തോണ്ട് 1 മിനിറ്റ് നടക്കുമ്പോഴത്തേക്ക് ഞാൻ അവിടെ പെട്ടി വെക്കും, അവിടെ അരമണിക്കൂർ ഇരിക്കും, നടക്കാൻ പറ്റില്ല. അങ്ങനെ വന്ന് ഒരു ലോഡ്ജിൽ ആളുകൾ എന്നെ കൊണ്ടാക്കും. അവിടെ താമസിച്ചുകൊണ്ട് സെയിം അനുഭവത്തിൽ അവിടെ താമസിച്ചുകൊണ്ട് തിരക്കി ലിറ്റിൽ ആൻഡമാനിൽ പോകുന്ന കപ്പലിനെ കുറിച്ച് കേട്ടു. അത് കുറച്ചേറെ ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു കപ്പലിലെ ടിക്കറ്റ് എടുത്ത് ലിറ്റിൽ ആൻഡമാനി ഈ കമ്പനി ഒരു ലോങ് സ്റ്റോറിയാണ്. ഞാൻ അവിടെ ചെന്ന് അപ്പോഴത്തേക്ക് ഞാൻ നാട്ടിൽ പരിചയപ്പെട്ട ആ ടിമ്പർ ബിസിനസ് ചെയ്യുന്ന ആള് അവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഫ്ലൈറ്റിൽ വന്നു. ഈ ജോയിക്കാൻ താമസിച്ച വീട്ടിൽ ഞാൻ തിരക്കി പിടിച്ച് അവിടെ എത്തി. അവിടുത്തെ അവർ സുവിശേഷ പ്രവർത്തകരല്ല, അവരെ ടിമ്പർ ബിസിനസ് മാത്രമാണ് അവരുടെ ലോകം. അവരുടെ 2-3 ദിവസം അവിടെ താമസിച്ചു. അതിനുശേഷമായിട്ട് ഞാൻ ഒരു വാടക വീട് തേടി. എൻ്റെ കയ്യിൽ അന്നേരം ബാലൻസ് ഉണ്ടായിരുന്ന ഈ 400 രൂപയിൽ അന്നമാൻസ് വന്നതിന് ശേഷം ബാലൻസ് 2 രൂപ 70 പൈസയാണ്. അതുകൊണ്ട് ഞാൻ ഒരു തമിഴ് ആളിന് വീട് വാടകയ്ക്ക് വേണം പറഞ്ഞ് വാടകയ്ക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഏർപ്പാട് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു കയറി കേരളത്തിൽ വന്നു. എൻ്റെ ഭാര്യയും ആ സമയത്ത് എൻ്റെ മൂത്ത മകൾക്ക് 8 മാസമായിരുന്നു പ്രായം. അവരെ കൂട്ടിക്കൊണ്ട് ആനമാൻസി തിരിച്ചു പോകാനായിട്ട് ആ സമയത്ത് എൻ്റെ ഭാര്യ പിതാവ് 700 രൂപ ഞങ്ങളുടെ യാത്രയ്ക്കായിട്ട് തന്നു. ആൻഡമാൻസിൽ എങ്ങനെ പോകണം, എവിടെ ചെല്ലണമെന്ന് ഏകദേശം എനിക്ക് മനസ്സിലായി. ആ 700 രൂപയും കൊണ്ടിട്ട് ഞാൻ തിരിച്ച് ആൻഡമാൻസിൽ പോകാനായിട്ട് യാത്ര ചെയ്തു. ചില കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിലെ വേദന ഒരിക്കൽ പോലും മായാത്ത വേദനയായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം എൻ്റെ മോള് 8 മാസം പ്രായം, അവളെ കൊണ്ട് ഞാൻ കുമളി വരും. കുമളിയിൽ നിന്ന് ചെന്നൈക്കുള്ള ബസ് കയറി ചെന്നൈ വന്നിട്ട് അങ്ങനെ പോകുന്നു. കുമളി വന്ന് വണ്ടി ഇറങ്ങി നമ്മുടെ കേരള ബോർഡറിൽ നിന്ന് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് തമിഴ്നാട് ബോർഡറിലോട്ട് ബസ്സിൽ കയറുമ്പോഴേ അവളെന്നെ ഡാഡി എനിക്കൊരു പഴം കണ്ടുകൊണ്ട് എന്നെ കൈ നീട്ടി എനിക്ക് പഴം വേണം. അന്ന് ഒരു പാളാങ്കോട്ട പഴത്ത് ഒരു പഴത്തിന് 50 പൈസയായിരുന്നു. 50 പൈസ അഫോർഡ് ചെയ്ത് അവർക്ക് പഴം മേടിച്ച് കൊടുക്കാൻ എനിക്ക് ഇല്ലായിരുന്നുകൊണ്ട് ഞാൻ അത്ര ശക്തമായിട്ട് അവിടെ പിടിച്ച് അവിടെ കൈ എൻ്റെ ഷോൾഡറിൻ്റെ അടുത്ത് ഇട്ടിട്ട് ഇവിടെ പിന്നെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ആ പഴം കൊടുക്കാതാണ് ആ പഴത്തെ നോക്കി കരഞ്ഞോണ്ടിരുന്നത്. അത് ഇന്നും ഇത്രയും വർഷമായിട്ട് എൻ്റെ ഹൃദയത്തിൽ അത് ഇങ്ങനെ ഉണ്ട്. സോ ഞാൻ കോഴഞ്ചേരി കോളേജിൽ നിന്ന് എൻ്റെ ഡിഗ്രിയുടെ ഐ ഗോട്ട് എ സെക്കൻഡ് ചാൻസ് ഇൻ മൈ കോളേജ്, ദ ഹോൾ ഓഫ് ദാറ്റ് ബാച്ച്. അങ്ങനെ ഇട്ടിട്ട് എനിക്ക് ഇഫ് ഐ ഗോ ഫോർ എ ജോബ് ഐ കുഡ് ഹാവ് ടേക്കൻ കെയർ ഓഫ് മൈ ഫാമിലി. ബട്ട് ഞാൻ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട് 50 പൈസയുടെ പഴം മേടിച്ചു കൊടുക്കാൻ എൻ്റെ മകൾക്ക് കരഞ്ഞിട്ട് എനിക്ക് പറ്റാത്ത ഒരു അനുഭവം ആണല്ലോ. അന്ന് എനിക്ക് കർത്താവേ, വൈ ഷുഡ് ഐ ഗോ ത്രൂ ദീസ്? പക്ഷേ അതിന് മറുപടി ദൈവം പറഞ്ഞില്ല, എനിക്ക് മറുപടി കിട്ടിയില്ല. അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് അവൾ കരഞ്ഞോണ്ട് പിടിച്ചു വലിച്ചുകൊണ്ട് അവളെ വണ്ടിയെ കയറ്റിക്കൊണ്ട് ചെന്നൈക്ക് വന്നു. അവിടെ ലിറ്റിൽ ആൻഡമാൻ പറയുന്ന സ്ഥലത്തെത്തി. അവിടെ ഞാൻ നേരത്തെ ഏർപ്പാട് ചെയ്ത ആ വീട്ടിൽ ഞാൻ താമസിക്കാൻ തുടങ്ങി. ആ സമയത്ത് ആൻഡമാൻ ദ്വീപുകള് ഇറ്റ്സ് എ പ്ലേസ് ഓഫ് മലേറിയ വന്നിട്ട് അവിടെ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അവിടുത്തെ പ്രൈമറി ഹെൽത്ത് സെന്റർ. അവിടെ ഒരു ദിവസം തന്നെ 3-4 ഡെഡ് ബോഡീസ്, അവിടെ മോർച്ചറി എന്ന് പറയുന്നില്ല, ആളുകൾ മലേറിയ വന്നു, സെറിബ്രൽ മലേറിയ ആയിട്ട് അവർ മരിച്ചു. അവരുടെ ഡെഡ് ബോഡി എടുത്തിട്ട് പുറത്ത് വലിയ വീതിയിൽ അറുത്തിട്ട് ഒരു തടിയുണ്ട്, വലിയൊരു മരം, ആ തടിയുടെ പുറത്തേക്ക് ഡെഡ് ബോഡി ഇടും. ആളുകൾ എടുത്തോണ്ട് പോയി അതിനെ കത്തിക്കും. ഇത് അവിടെ നടത്തോണ്ടിരുന്നു. ആ കത്തിക്കുന്ന സ്ഥലം ഞാൻ വാടകയ്ക്ക് താമസിച്ചെന്ന് വീടിന്റെ തൊട്ടുപുറം വലിയൊരു വനമാണ്. വനം കഴിഞ്ഞിട്ട് കടലാണ്. ആ വനത്തിൽ കൊണ്ട് കത്തിക്കും. പലപ്പോഴും വീടിന്റെ ആ ചെറിയ 1/2 ഇഞ്ചിന്റെ പലകയുടെ ഇടയാണ് ഒരു തിക്നെസ് ഉള്ളു. ഞങ്ങളുടെ വീടിന്റെ ഭിത്തി എന്ന് പറയുന്നത് കോൺക്രീറ്റ് ഭിത്തിയല്ല, തടി കൊണ്ട് അവിടുത്തെ വീടുകളൊക്കെ അന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. വീടിന്റെ ചെറിയ കിച്ചൺ ഇരിക്കുമ്പോൾ തന്നെ വനത്തില് ഡെഡ് ബോഡി എരിഞ്ഞിട്ട് അതിന്റെ തലയോട്ടില്ല ബുംബെന്ന് പറഞ്ഞ് പൊട്ടുന്ന ശബ്ദം എനിക്ക് കേൾക്കാം. അപ്പൊ മലേറിയ വന്ന് മരിക്കുന്ന 3-4 പേരെങ്കിലും ഒരു മിനിമം ഒരു ദിവസം മരിക്കുന്ന അനുഭവം കണ്ടോണ്ട് ഞാൻ ഡെഡ് ബോഡി കാണാറുണ്ട്, ഡെഡ് ബോഡി എരിക്കുന്ന കാണാറുണ്ട്, ഡെഡ് ബോഡി എരിക്കുന്ന ശബ്ദം എരിയുന്ന കേൾക്കാറുണ്ട്. അങ്ങനെ വന്ന് എനിക്ക് ആഹാരമില്ല. ആ സമയത്ത് അവിടുത്തെ റേഷൻ കടയിൽ എൻ്റെ പേര് എങ്ങനെയോ ചേർന്നു.
എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ ജൂനിയർ ആയിട്ടുള്ള മൈനർ ആയിട്ടുള്ള കുട്ടിക്കും കൂടെ 11.5 കിലോ 12.5 കിലോ അരി കിട്ടും. അന്ന് 2 കിലോ പഞ്ചസാര കിട്ടും. 2 കിലോ പഞ്ചസാര, 11 കിലോ അരി, പിന്നെ പൈസ ഉണ്ടെങ്കിൽ 2 കിലോയുടെ ഒരു അമൂൽ സ്പ്രേ. നാട്ടിലെ പോലെ എല്ലാവരും കൂടെ പാൽ പൊടിയാണ് ആളുകൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ ഉപയോഗിക്കുന്നത്, അമൂൽ സ്പ്രേ. അത് മേടിക്കും. അത് കിട്ടിയത് എൻ്റെ വൈഫിന്റെ മൂത്താങ്ങള രാമേശ്വരത്ത് ഒരുപാട് വർഷങ്ങൾ പ്രവർത്തിച്ചാണ്. അദ്ദേഹത്തിന്റെ പേര് പക്ഷെ ഫിലിപ്പ് വർഗീസ് എന്നാണ്. പക്ഷെ എം പൗലോസ് രാമേശ്വരത്ത് പോയതിനു ശേഷം 6 മാസം കഴിഞ്ഞിട്ട് അവിടെ ഇവിടെ ജോയിൻ ചെയ്ത ഒരു മിഷണറിയാണ് പാസ്റ്റർ റോബിൻ എന്ന് ഞാൻ വിളിക്കുന്ന ഫിലിപ്പ് വർഗീസ്. അദ്ദേഹം പാസ്റ്റർ KP യോഹന്നാന്റെ പ്രവർത്തനത്തിന്റെ തെക്കൻ കേരളവും തമിഴ്നാടുമുള്ള ഒരുപാട് പാസ്റ്റർമാർക്ക് ലിക്വിഡ് മന്ത്രി സപ്പോർട്ട് GFI കൊടുക്കുന്ന ആ സപ്പോർട്ട് പൈസ ക്യാഷ് ലിക്വിഡ് ക്യാഷ് കൊണ്ട് തിരുവല്ലായിന്ന് രാമേശ്വരത്ത് പോയി അല്ലെങ്കിൽ തിരുവനന്തപുരം വെള്ളടയൊക്കെ ഭാഗത്ത് പോയി അവർക്ക് കൊടുക്കുന്ന അത്രമാത്രം ഒരു പൈസ പോലും വെട്ടിപ്പ് നടത്താത്ത ഒരാളായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻ കൊണ്ട് പാസ്റ്റർ ജോയ് പുന്നൂസിന് ലെറ്റർ എഴുതി. GFIയിലെ ജോയ് പുന്നൂസ് ഞങ്ങൾക്ക് വേണ്ടി അത് ഒത്തിരി നാളുകൾ കഴിഞ്ഞിട്ട് 500 രൂപ ഒരു മാസം സഹായധനമായിട്ട് ഞങ്ങൾക്ക് അനുവദിക്കുകയും ആ 500 രൂപ ആയിരുന്നു ഞങ്ങളുടെ ഒരേ ഒരു വരുമാനം അല്ലെങ്കിൽ സപ്പോർട്ട്. നമ്മുടെ കേരളത്തിലൊക്കെ പറയാറുണ്ട് കൈ ചൊറിഞ്ഞ പൈസ കിട്ടുമെന്ന്. ചുരുക്കത്തിൽ ഞങ്ങളുടെ കൈ 6 മാസം ചൊറിഞ്ഞാൽ എന്നും പോസ്റ്റ് ഓഫീസിൽ കൈ ചൊറിഞ്ഞ പൈസ കിട്ടുമെന്ന്. അവിടെ ഒരു പൈസ വന്നിട്ടില്ല. ഈ ഒരേ ഒരു 500 രൂപ ഗോസ്പൽ ഫോർ ഏഷ്യയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം. 500 രൂപ 200 രൂപ വാടക കൊടുക്കണം. ഞാൻ ഈ പറഞ്ഞ ഇത്രയും ഐറ്റംസ് ഞങ്ങൾക്ക് വാങ്ങണം. ഏകദേശം അതോടെ അത് തീരും. പിന്നെ അടുത്ത മാസം ഈ കൈ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോയി തിരക്കി ഇത് കിട്ടണം. ഇത് മാത്രമല്ല ഞങ്ങളുടെ വരുമാനം. അങ്ങനെ എനിക്ക് ആഹാരം ആ 5 കിലോ അരിയുടെ പച്ചരിയുടെ ആഹാരം എത്ര കഴിക്കുന്നു? യാതൊരു സബ്ജിയില്ല. അവസാനം ഞങ്ങൾ അവിടെ നിന്ന് 28 കിലോമീറ്റർ ദൂരെയാണ് ഇങ്ങനെ പ്രവർത്തിക്കും. അവിടെ കുപ്പുസ്വാമി എന്ന് പറയപ്പെടുന്ന ഒരു തമിഴ് ജന്മിയുണ്ട്. അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ ഒരുപാട് നാരങ്ങ വീണ് പഴുത്ത് വീണ് അഴുകി ഇങ്ങനെ ചുറ്റി കിടക്കുന്നുണ്ട്. ഞങ്ങൾ ഭയങ്കര ആർത്തിയോട് ഈ നാരങ്ങ അവിടെ പോകുമ്പോൾ വലിയ സഞ്ചിക്കകത്തിന് നിറച്ചോണ്ട് വരും. നിറച്ചോണ്ട് വന്നിട്ട് ഞാൻ തമിഴ്നാട് വന്നിട്ട് 100 കിലോ പിന്നെ മുളക് പൊടി മേടിക്കും, കുറച്ച് ഉപ്പ് മേടിച്ചിട്ട് ഈ നാരങ്ങ ഇതിനകത്ത് മിക്സ് ചെയ്ത് അതാ ഞങ്ങളുടെ അച്ചാർ. പച്ചരിച്ചോറും നാരങ്ങ അച്ചാർ, പച്ചരിച്ചോറും നാരങ്ങ അച്ചാറും ഇങ്ങനെ കഴിച്ച് ചുരുക്കത്തിൽ എനിക്ക് മലേറിയ പിടിപ്പെട്ടു. എന്നാലും ഞാന് ആ സമയം ഞാൻ പെന്തക്കോസ്ത് അനുഭവത്തിൽ വരുന്ന സമയങ്ങളിൽ പെന്തക്കോസ്തിനെ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, പരിശുദ്ധാത്മാവിനെ നൽകി തരുന്ന രാജാവായി വേഗം വരുന്നു. അപ്പൊ ഇത് അങ്ങനെയാണ്. അതേ രീതിയിൽ എന്റെ ഹൃദയത്തിൽ അങ്ങ് ഇമ്പാർട്ടഡ് ആയി. അതുകൊണ്ട് തന്നെ യേശുവിന്റെ രോഗസൗഖ്യദായകനാണെന്ന് ഞാൻ വിശ്വസിച്ചു. അന്ന് മുതൽ 1982 മുതൽ എന്റെ വിശ്വാസമായി. ലിറ്റിൽ ആൻഡമാൻ വന്ന് ഞാനും മലേറിയ വന്നു. എന്റെ ബ്ലഡ് ചെക്ക് ചെയ്തു, ഭയങ്കരമായ ഹൈ മലേറിയ. ആ മലേറിയ പിടിച്ച് എനിക്ക് സെറിബ്രൽ മലേറിയ. രാവിലെ അല്പം കുറവായിട്ട് തോന്നും, പിന്നെ അവിടെ പോയി പ്രവർത്തനത്തിൽ പോകും. 11 മണി ആകുമ്പോഴത്തേക്ക് വിറയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ 1 സെക്കൻഡ് പോലും എനിക്ക് നിൽക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ അവിടെ അത് ടൗൺ ആയ ബസ് സ്റ്റാൻഡ് ആയിരുന്നാലും ശരി, ബജാർ ആണെന്നാലും ശരി, അവിടെ ഇരിക്കാണ്ട് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്ത് വിറച്ച് എന്റെ വയറ് ഭാഗം നട്ടലെ അങ്ങനെ അടിക്കും. അത്ര തിന്നായിരുന്നു എന്റെ ശരീരം. പിന്നെ അസ്ഥിയും തോലും അല്ലാതെ ഒന്നും ഇല്ലാത്ത ഒരു അനുഭവം. വിറച്ച് ആ സമയത്ത് പിന്നെ ഞാൻ പോയി വിസിറ്റ് ചെയ്യാൻ സാധാരണഗതിയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫാമിലി ആയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആ ആശുപത്രി ലാബ് ടെക്നീഷ്യൻ, അവരുടെ പേര് ആലീസ് എന്നാണ്. ആലീസിന്റെ ഹസ്ബൻഡ് ജോർജ് ആണ് ഞങ്ങൾ വിളിക്കുക. ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിലെ ജൂനിയർ എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ അവര് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. അവരുടെ ഫ്രണ്ടാണ് അന്നത്തെ ചീഫ് മെഡിക്കൽ ഓഫീസർ ലിറ്റിൽ ആൻഡമാനിലുള്ളത്. അദ്ദേഹത്തിന്റെ പേര് കോതന്ത്ര എന്ന് പറയും, ആന്ധ്ര സ്വദേശിയാണ്. അപ്പൊ എനിക്കിങ്ങനെ മലേറിയ വന്നു. ആലീസ് പറഞ്ഞു നിങ്ങൾ ആശുപത്രി വരണം. പിന്നെ അപ്പൊ കോതന്ത്രം അറിഞ്ഞു ഇങ്ങനെ ഒരു ഇതിനടുത്ത് പാസ്റ്റർ ഉണ്ട്, ആലീസിന്റെ ഫ്രണ്ടാണ്. ആലീസ് എന്ന് പറഞ്ഞാൽ ലാബ് ടെക്നീഷ്യൻ. അപ്പൊ അവർ മരുന്ന് ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് മരുന്ന് ഉപയോഗിക്കുന്നില്ല. അവർ ഒരുപാട് എന്നെ ഷൗട്ട് ചെയ്യും. പറഞ്ഞു നിങ്ങൾ ക്രിസ്ത്യാനികളാ, മരുന്ന് ഉപയോഗിക്കാതെ, മരുന്ന് മനുഷ്യന് വേണ്ടി ഉണ്ട്, ഒരു ജനങ്ങൾ ചത്തുപോയി ആർക്കാ നഷ്ടം? അതേ ബിക്കോസ് ഓഫ്
അദ്ദേഹത്തിന്റെ സ്നേഹം കൊണ്ട് എന്നെ ഒരുപാട് ഷൗട്ട് ചെയ്തു, ദേഷ്യപ്പെടാൻ തുടങ്ങി. ബട്ട് ഞാൻ വിചാരിച്ചു, എന്റെ ഹൃദയം വന്ന് ദൈവവാക്യത്തിൽ പറയുന്ന പോലെ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ കർത്താവിന്റെ രക്തത്താൽ ദൈവം നമ്മുടെ വിലയ്ക്ക് വാങ്ങി. സോ ഇനി നമ്മൾക്കുള്ളവരല്ല, നമ്മൾ ദൈവത്തിന്റെ സ്വത്താണ്. അതുകൊണ്ട് തന്നെ ഞാൻ മരിച്ചാലോ ജീവിച്ചാലോ, മരിച്ചാൽ ദൈവത്തിന് നഷ്ടം, ജീവിച്ചാൽ ദൈവത്തിന് ലാഭം. ഞാൻ ജീവനോട് ഇരിക്കണമെന്ന് ദൈവത്തിന് ഹിതമാണെങ്കിൽ ഞാൻ ജീവനോട് ഇരിക്കട്ടെ, അല്ലെങ്കിൽ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ. എന്നാൽ എന്നെ അന്ന് ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ എന്ന് പറയപ്പെടുന്നത്, ആ സമയത്ത് ഒത്തിരി ആളുകൾ മരിക്കുന്നുണ്ട്. ഒരുപാട് പേരെ മുസ്ലിങ്ങളുടെ ബറി ചെയ്യും, ക്രിസ്ത്യാനികൾ ബറി ചെയ്യും, പിന്നെ ഹിന്ദുക്കളെ ഇരിക്കും. എന്റെ ശവശരീരം ഒന്ന് പ്രാർത്ഥിച്ച് മണ്ണിൽ അടക്കാൻ ആരുമില്ലല്ലോ. ഇതേ മാത്രമായിരുന്നു എന്റെ ഒരേ ഒരു കൺസേൺ, അന്നുള്ള ഒരു വേദന. എനിവേ അവസാനം ഒരു 56 ദിവസം ആയപ്പോഴത്തേക്ക് ബോധം നഷ്ടപ്പെട്ടു. 56 ദിവസം. അന്ന് മലേറിയ ഒക്കെ ആളുകൾക്ക് കൂടുതൽ ആളുകൾ കൊടുക്കുന്ന കരിക്ക്, അന്ന് കരിക്കിന് 3 രൂപ ഞങ്ങളുടെ അവിടെ വില. ഇന്ന് ഇവിടെ അതിന്റെ മനസ്സിൽ 30 രൂപ 40 രൂപ വിലയാണ്. അന്ന് 3 രൂപ കൊടുത്ത് കരിക്ക് മേടിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ 56 ദിവസമാണ് കിടന്ന് 56-ാം ദിവസം വരെ എന്റെ ബോധം നഷ്ടപ്പെട്ടു. അവസാനം ഭാര്യ കരയാൻ തുടങ്ങി. പിന്നെ പലപ്പോഴും കുറച്ചേറെ മണിക്കൂർ ചെറുതായിട്ടൊരു ബോധം തിരിച്ചു വരുമ്പോഴത്തേന് ഭാര്യയുടെ കണ്ണുനീരിന്റെ കാഴ വെള്ളം വീഴുന്ന ഒരു ഫീലിംഗ് ഉണ്ടാകും. പിന്നെ കണ്ണു തുറക്കുമ്പോൾ അവൾ കരയാണെന്ന് പറഞ്ഞ് പിന്നെ അബോധാവസ്ഥയാവും. ഇങ്ങനെ പോയി കുറച്ചേറെ ഏകദേശം 88-89 ദിവസമായപ്പോഴത്തേക്കും ചെറിയ രീതിയിലുള്ള ഒരു ഫ്രീനെസ് എനിക്ക് തോന്നാൻ തുടങ്ങി. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചെറുതായിട്ട് എഴുന്നേറ്റു. പിന്നെയും അതേ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി 91 പ്രവർത്തനത്തെ കുറിച്ചുകൂടെ വിശാലപ്പെടാനായിട്ട് ഞാൻ പോർട്ട് ബ്ലെയർ എന്ന് പറയപ്പെടുന്ന ആൻഡമാൻസിന്റെ ക്യാപിറ്റലാണ് പോർട്ട് ബ്ലെയർ. ഇപ്പം ശ്രീ വിജയപുരം എന്നാക്കിയ പോർട്ട് ബ്ലെയറിന്റെ പേര്. അവിടോട്ട് ഷിഫ്റ്റ് ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ആൻഡമാൻസിൽ പ്രവർത്തിക്കുകയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഇന്ത്യയുടെ യൂണിയൻ ടെറിട്ടറിയാണ്. ബംഗാളിലും ഇന്തോനേഷ്യക്കും, ബർമ്മയ്ക്കും ഇന്തോനേഷ്യക്കും ഇടയ്ക്ക് ചെന്നൈയിൽ നിന്നും 1250 കിലോമീറ്റർ, കൽക്കട്ടയിൽ നിന്നും 1300 കിലോമീറ്റർ ദൂരെ ഇന്തോനേഷ്യ ബർമ്മ ബോർഡറിൽ ഇരിക്കുന്ന 572 ദ്വീപുകളുടെ സമാഹാരമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. കേന്ദ്രഭരണ പ്രദേശമാണ്. ഇവിടെ ഞാൻ വന്നതിന് ശേഷം മനസ്സിലാക്കിയത് ഇവിടെ ഇത് അറിയപ്പെടുന്ന മിനി ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. മിനി ഇന്ത്യ. കാരണം ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ഇപ്പോഴത്തെ ജനസംഖ്യ തുടങ്ങിയത് 1860 മുതൽ ബ്രിട്ടീഷുകാര് മാപ്പിള ലഹള ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളും ഉണ്ടായ സമയം മുതൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ട് ശബ്ദം ഉയർത്തിയ സകലരെയും പിടിച്ചുകൊണ്ട് കപ്പലിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് കാടുകളിൽ തുറന്നു വിടുകയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ 1860 മുതൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ, പ്രത്യേകിച്ച് ആൻഡമാൻ ദ്വീപുകളിൽ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ ഇവിടെ കൊണ്ടുവന്നാക്കുകയും ഏറ്റവും കൂടുതലായിട്ട് സ്വാധീനം പബ്ലിക്കിൽ ചെലുത്തുവാൻ ഉള്ള ഇടയായിട്ടുള്ള ആളുകളെ ഇവിടെ സെല്ലുലർ ജയിൽ എന്ന് പറയുന്ന ഒരു ജയിലുണ്ട്. 906 സെല്ലുകൾ, ചെറിയ 906 സെല്ലുകളുള്ള ഒരു പ്രിസണാണ്, ജയിലാണ് സെല്ലുലർ ജയിൽ. ഈ ജയിലിൽ അവരെ ഇടുകയും അതിന് ഈ കാലാപ്പാനി എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, മോഹൻലാൽ ഒക്കെ ആക്ട് ചെയ്ത്. അതിനകത്ത് ചെറിയ ഒരു വിവരണം അന്നത്തെ കഷ്ടപ്പാടുകൾ പറയുന്നുണ്ട്. എന്നാൽ അന്നത്തെ കഷ്ടപ്പാടിന്റെ 1000-1 പോലും അതിനകത്ത് വിശകലനം ചെയ്തിട്ടില്ല. അങ്ങനത്തെ അതിന് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. അതുപോലത്തെ വേദനയാണ് ബ്രിട്ടീഷ് ഓഫീസർമാര് ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് പേര് ആ സെല്ലുകളിൽ മരിച്ചു. ഇവിടെ വൈപ്പർ ഐലൻഡ് എന്ന് പറയുന്നത് വേറൊരു ഐലൻഡ്. അവിടെ വലിയൊരു കയറി കിട്ടി ആളുകൾ സ്ത്രീകളെ കൊല്ലുന്ന ഒരു കൊല സ്ഥലമുണ്ട്. സ്ത്രീ പ്രിസണേഴ്സിനെ കൊല്ലുന്ന സെല്ലുലർ ജയിലിൽ പുരുഷന്മാരെ കൊല്ലുന്ന സ്ഥലം. അങ്ങനെ 1860 മുതൽ ഇന്ത്യയിലുള്ള സകല സ്ഥലങ്ങളിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യ സമര സേനാനികളെ ആൻഡമാൻസിൽ കൊണ്ടുവന്ന് അവരെ ഇവിടെ ആക്കി ജയിലിൽ പണിതു. കുറച്ചുപേരെ തുറന്ന് ജയിലിൽ പുറത്തോട്ട് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. അങ്ങനെ പോകെ
ഈ കൊണ്ടുവരപ്പെടുന്ന ജയിൽ പുള്ളികൾ നാട്ടിലെ അല്ലെങ്കിൽ മെയിൻലാൻഡ് എന്ന് നിങ്ങൾ പറയും, അവിടെ അവർക്ക് ഭാര്യമാരോ ഭർത്താക്കന്മാരോ കുട്ടികളൊക്കെ ഉള്ളവരാ. ഈ ജയിലിൽ കൊണ്ട് വന്നതിന് ശേഷം അവർക്ക് ഭാര്യയില്ല, ഭാര്യ അവരുടെ നാട്ടിൽ നഷ്ടപ്പെട്ട് ഭർത്താവ് തന്നെ ഇവിടെ വന്നു, അല്ലെങ്കിൽ ഭർത്താവ് നാട്ടിൽ നഷ്ടപ്പെട്ട് ഭാര്യ തന്നെ ഇവിടെ വന്നു. ഇവരെല്ലാം ഈ ഗവൺമെന്റ് ചില സമയങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ ഭാഷയിൽ സ്വയംവര എന്ന് പറയപ്പെടുന്ന ഒരു രീതി പോലെ ഇത് ജയിൽ പുള്ളികളെ, സ്ത്രീകളെയും പുരുഷന്മാരെയും ജയിലിൽ തുറന്ന് ഒരു മൈതാനത്ത് അവരെ നിരത്തി നിർത്തും. അതുകൊണ്ട് ആർക്ക് ആരെ കല്യാണം കഴിക്കണോ, ഞാൻ പറഞ്ഞാൽ ഓൾറെഡി അവർക്കെല്ലാം ഭാര്യമാരെ ഭർത്താക്കന്മാരെ നാട്ടിലുണ്ടായിരുന്ന നഷ്ടപ്പെട്ടവരാ, ഒരുപാട് വർഷമായിട്ട് ഇവിടെ കഴിയുന്നവരാ ജയിലിൽ. അവർക്ക് ആരെ അവരുടെ ജയിൽ ശിക്ഷ കാലാവധി പോകെ ആരെ കല്യാണം കഴിക്കണോ അവരെ ഒരു മാല ഇട്ട് അവർക്ക് ഇഷ്ടം നിരത്തി നിർത്തി അവർക്ക് ആരെ ഇഷ്ടപ്പെടുന്നു അവരുടെ മാല ഇട്ട് അവരുടെ ഭാര്യമാരായിട്ട് ഭർത്താക്കന്മാരെ സ്വീകരിക്കും. ഇന്നത്തെ ആൻഡമാൻസിലെ തലമുറകളെല്ലാം അവരോ അവരുടെ മക്കളോ അവരുടെ കൊച്ചുമക്കളോ ആണ്. ആൻഡമാൻസിലെ ഒരുപാട് കേരളത്തിലെ സ്ഥലങ്ങളുണ്ട്, തിരൂരുണ്ട്, വണ്ടൂരുണ്ട്, ഇങ്ങനെ അതെല്ലാം കേരളത്തിൽ നിന്നുള്ള കാക്കമാര് മുസ്ലിങ്ങള് മാപ്പിള മേളയ്ക്കൊക്കെ കൊണ്ടുവന്നത്. അപ്പൊ അവരുടെ മക്കളും അവരുടെ മക്കളുടെ മക്കളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ തലമുറയുള്ള ആൻഡമാൻസിലുള്ളവർ. ഇത് പിന്നെ ബർമ്മ, അങ്ങനെ ശ്രീലങ്ക, ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ബംഗ്ലാദേശിൽ നിന്ന് ഒരുപാട് ബംഗാളി അഭയാർത്ഥികളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീലങ്കൻ റെഫ്യൂജീസ് അഭയാർത്ഥികളായിട്ട് ഒരുപാട് ശ്രീലങ്കൻ റെഫ്യൂജീസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ ശ്രീലങ്കൻ ബംഗ്ലാദേശ് അഭയാർത്ഥികളായി ഗവൺമെന്റ് കൊണ്ടുവന്നവരെല്ലാം പല സ്ഥലങ്ങളിലായിട്ട് 5 ഏക്കർ സ്ഥലം ഓരോ കുടുംബത്തിനും കൊടുത്ത് അവർ ചെറിയ വീട് വെക്കാനുള്ള പണവും കൊടുത്ത് അവരെ സെറ്റിൽ ആക്കിയിട്ടുണ്ട്. അതാണ് സെറ്റിലേഴ്സ് എന്ന് പറയും. ഇവരെല്ലാമാണ് ആൻഡമാൻസിലെ ആളുകൾ. ഇവിടെ ഹിന്ദിയാണ് പൊതുഭാഷ, ബംഗാളിയാണ് മജോറിറ്റി, കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ബംഗാളിയാണ്, എല്ലാവരും മൊത്തത്തിൽ അംഗീകരിക്കപ്പെട്ട ഭാഷ ഹിന്ദിയാണ്. എന്നാൽ ഇന്ത്യയിലുള്ള സകല ഭാഷകളും ഉണ്ട്. രണ്ടാമത്തെ മജോറിറ്റി തമിഴിയൻസ് ആണ്, തമിഴാണ് രണ്ടാമത്തെ മജോറിറ്റി ഓഫ് ലാംഗ്വേജ്. ബാക്കിയുള്ള സകല ഭാഷക്കാരുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മലയാളികളാണ് മൂന്നാമത്തെ മജോറിറ്റി. അപ്പൊ ആൻഡമാൻസിൽ ഞാൻ വന്നപ്പോൾ എനിക്ക് കേരളത്തിലെ കോളേജിൽ പഠിച്ച ഹിന്ദിയുടെ അടിസ്ഥാനമല്ലാതെ ഇവിടെ ഹിന്ദി എനിക്ക് അറിയത്തില്ല, കുറച്ച് ഇംഗ്ലീഷ് അറിയായിരുന്നു, പിന്നെ മലയാളം മാത്രം അറിയായിരുന്നു. എന്നാൽ ഹിന്ദിയാണ് പൊതുഭാഷ. ഓരോ വീട്ടിൽ പോയിട്ട് എന്താ ഹിന്ദി പറയുന്നത് എനിക്ക് അറിയത്തില്ല. അങ്ങനെ യേശുവിനെ കുറിച്ച് അറിയാവുന്ന പോലെ പറയും, തമ്പിച്ചാൻ എഴുതിയ ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞ് മലയാളം അറിയാവുന്നവർക്ക് അത് കൊടുക്കും, തിരിച്ച് വീട്ടിൽ വരും. ഇങ്ങനെ പോകെ 1990 മുതൽ ഫോർട്ട് ബ്ലെയർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ താമസം മാറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. അങ്ങനെ ഞങ്ങൾ പോയ വേദനകളും കഷ്ടപ്പാടുകളും ഇംഗ്ലീഷ് പറഞ്ഞ ബിയോണ്ട് വേർഡ്സ്, പറയാൻ പറ്റാത്ത വേദനകളിൽ കൂടെ പോയി. എന്നാൽ ഇന്ന് ഫോർട്ട് ബ്ലെയറില് 3-4 സ്ഥലങ്ങളിലും ആ ഫോർട്ട് ബ്ലെയർ വിട്ട് മറ്റു ദ്വീപിൽ പോയ രംഗം എന്ന് പറയപ്പെടുന്ന സ്ഥലം, ഇന്ത്യയുടെ ബസ് എത്തിച്ചേരാൻ പറ്റുന്ന അല്ലെങ്കിൽ ബോട്ട് എത്തിച്ചേരാൻ പറ്റുന്ന വടക്കേ അതിർത്തി, ബർമയുടെ അതിർത്തിയാണ്. അവിടെ ഡിഗ്രിപൂർ എന്ന് പറയപ്പെടും. അവിടെ ഈ പല ദ്വീപുകളിലും ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒരു പ്രവർത്തനം ഗവൺമെന്റിന്റെ അംഗീകാരത്തോടു കൂടെ തന്നെ ആയിരിക്കണം എന്നുള്ള കാരണത്താൽ 1994 ഇന്ത്യൻ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന പറയപ്പെടുന്ന പേരിൽ ഇതൊരു അസോസിയേഷനായിട്ട് ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും അതങ്ങനെ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. സഭാപ്രവർത്തനമാണ് ദൈവം എന്നെ ഏൽപ്പിച്ച പ്രധാനപ്പെട്ട ശുശ്രൂഷ. അതിനോട് ചേർന്ന് ചെറിയ ഒരു ബൈബിൾ ട്രെയിനിങ് സെന്റർ ഉണ്ട്. നമ്മുടെ നാടുകളിൽ കാണുന്ന പോലെ തന്നെ ബാച്ച് ആഫ്റ്റർ ബാച്ച്, ഒരു ബാച്ചിന് ശേഷം അടുത്ത ബാച്ച് പഠിപ്പിക്കുക, അങ്ങനെ ഇവിടെ നടക്കുന്നില്ല. ഇവിടെ അങ്ങനെ ആരെ സുവിശേഷ പ്രവർത്തനത്തിനായി കിട്ടത്തില്ല. ഇവിടെ ഞാൻ താരതമ്യേന മനസ്സിലാക്കുന്നിടത്തോളം ആൻഡമാൻസിലെ എല്ലാവരും തന്നെ മെറ്റീരിയലിസ്റ്റിക് മൈൻഡാണ്. അവർക്ക് സുവിശേഷ പ്രവർത്തനമോ അല്ലെങ്കിൽ യേശു രണ്ടാമത് പേരും എനിക്ക് സ്വർഗത്തിൽ പോകണം, മറ്റുള്ളവരെ ദൈവരാജ്യത്തെ കുറിച്ച് അറിയിക്കണം, അങ്ങനെ യാതൊരു മൈൻഡ് ഇവിടെ ഉള്ളവരല്ല. ഇങ്ങനെ നമ്മുടെ സുവിശേഷം അറിയിച്ച് സുവിശേഷീകരണത്തിന് ആവശ്യത കുറിച്ച് 10,000 പേരോട് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരാള് സുവിശേഷ വിലക്ക് സമർപ്പിക്കും എന്ന് അതും വളരെ വിരളം. അങ്ങനെ സുവിശേഷ പ്രവർത്തനത്തിനോട് സമർപ്പിച്ചവര് ഗുരുകുലം പോലെ ഞാൻ താമസിക്കുന്ന ചെറിയ വാടക വീട്ടിൽ താമസിച്ച് അവരും താമസിച്ച് അവർക്ക് ആഹാരം കൊടുക്കാൻ ഞങ്ങൾ നിവൃത്തിയില്ല.
ആൻഡമാൻസ് എന്ന് പറയപ്പെടുന്നത് പ്രധാനമായിട്ടും ഡിഫൻസ് ഏരിയ ആണ്. ഇന്ത്യയുടെ ദ ബിഗസ്റ്റ് ജോയിന്റ് ഫോഴ്സ് സെന്റർ ആണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. ആർമി, നേവി, എയർഫോഴ്സ്, പാരാമിലിറ്ററി ഏരിയാസ്, ഇങ്ങനെ ഒരുപാട് വിങ്സ് ഉണ്ട് ഡിഫൻസിന്റെ. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ അടുത്തൊരു 4 കിലോമീറ്റർ ചുറ്റളവിൽ നേവിയുടെയും ആർമിയുടെയും ക്വാർട്ടേഴ്സ് ഉണ്ട്. ഒരു ബ്ലോക്ക് 4 നിലയിലുള്ള ഒരു ബ്ലോക്ക് 16 ക്വാർട്ടറാണ് ഒരു ബ്ലോക്ക്. അപ്പൊ ഞാന് ഇങ്ങനെ പോകെ ഗോസ്പോൾ ഫോർ ഏഷ്യയിൽ നിന്നും കുറച്ചേറെ ട്രാക്റ്റുകൾ ഞാൻ വരുത്തി. TCI ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അവരുടെ കണ്ടെയ്നറിൽ ഒരുപാട് ട്രക്സ് ഫുൾ ഓഫ് ഗോസ്പോൾ ട്രാക്റ്റുകളും ബുക്ക്ലെറ്റുകളും ഞാൻ വരുത്തി. വിച്ച് ഐ ഹാഡ് പ്രേ. ഞാൻ അവർക്ക് പൈസ കൊടുക്കുകയായിരുന്നു. അങ്ങനെ അവർക്ക് ഒരു ബുക്ക്ലെറ്റിന് 2 രൂപയോ 3 രൂപയോ 5 രൂപയ്ക്കോ കൊടുക്കാൻ അലൗ us to sell. പക്ഷെ ഞങ്ങൾ ഒരു സെർട്ടൻ എമൗണ്ട് അവർക്ക് കൊടുക്കണം. കൊടുത്തിട്ട് അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ബാഗ് ഫുൾ ഓഫ് ട്രാക്റ്റുകളും ബുക്ക്ലെറ്റുകളും എടുത്ത് രാവിലെ പോകും. പോയി കഴിഞ്ഞാൽ ഈ 4 കിലോമീറ്റർ ദൂരെ പോയി ആർമിയുടെയോ നേവിയുടെയോ ക്വാർട്ടേഴ്സ് ഏരിയയിൽ പോയിട്ട് ഈച്ച് 4 നില ഇൻറ്റു 4 16 ക്വാർട്ടർ ഒരു ബ്ലോക്ക് കയറി ഇറങ്ങി മിനിമം ഒരു 80, 90, 96 ക്വാർട്ടർ ഓരോ ദിവസവും കയറും. ഒരു ക്വാർട്ടർ 16 പ്രാവശ്യം 16 നില കയറി ഇറങ്ങണം. 16 ക്വാർട്ടർ കയറി ഇറങ്ങണം. 4 നില കയറി വരുമ്പോഴത്തെ കാലൊക്കെ അത്രമാത്രം കഴിക്കും. ചില ദിവസം ഞങ്ങൾക്ക് 8 രൂപ കിട്ടും ഹോസ്പിറ്റൽ വിറ്റിട്ട്. സൂക്ഷിച്ചാൽ പറയും, ബുക്ക്ലെറ്റ് കൊടുക്കും. ചിലര് 3 രൂപ തരും, ചിലർ 5 രൂപ തന്നിട്ട് ബാക്കി 2 രൂപ കൊടുക്കാൻ തുടങ്ങുമ്പോൾ തീക്ക് ഒരു രക്കോ അത് വെച്ചിട്ട് ബാക്കി വേണ്ടെന്ന് പറയും. അങ്ങനെ 5 രൂപ കിട്ടും. ചില ദിവസം 8 രൂപ കിട്ടിയിട്ടുണ്ട്, ചില ദിവസം 23 രൂപ കിട്ടിയിട്ടുണ്ട്. ഇത്രയും വർഷം എന്റെ ഗ്രാൻഡ് സെയിൽ 83 രൂപ ആയിരുന്നു. ഗ്രാൻഡ് സെയിൽ ഇൻ എ ഡേ. ഞങ്ങൾ ഈ പൈസ കൊണ്ട് ബജാറിൽ വരും. 1 കിലോ കിഴങ്ങ്, 1/2 കിലോ ഗോതമ്പാവ്, പിന്നെ 100 ഗ്രാം മല്ലിപ്പൊടി, 100 ഗ്രാം മുളക് പൊടി, ഇച്ചിരി ഉപ്പ്, ഇതെല്ലാം മേടിച്ചുകൊണ്ട് 1/2 കിലോ ആട്ട മേടിച്ചുകൊണ്ട് രാത്രി വീട്ടിൽ പോകും. ഇവിടെ പോയി ഞാനും എൻ്റെ കൂടെ ഇങ്ങനെ പ്രവർത്തിക്കാൻ വരുന്ന ആളുമായിട്ട് ഈ റൊട്ടി ഉണ്ടാക്കി 4 കഴിക്കണില്ല, ഇങ്ങനെ കഴിക്കും. രാത്രി 10-10:30 വരെ ഇത് ആഹാരം കഴിച്ച ശേഷം 10:30 മുതൽ 11:00 12 വരെ ഇവരെ പഠിപ്പിക്കും. രാവിലെ കുറച്ച് സമയം ഇവരെ പഠിപ്പിക്കും. അവരാണ് എൻ്റെ ശിഷ്യന്മാർ. അങ്ങനെയാണ് ഇവരുടെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഗോസ്പോൾ കോർപ്പറേഷൻ 500 രൂപ വെച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് നിർത്തി. കാരണം അവർ തന്നെ ചർച്ച പ്ലാനിങ് തുടങ്ങിയത് എൻ്റെ അറിവ്. അതുകൊണ്ട് ഗോസ്പോൾ കോർപ്പറേഷയുടെ മെമ്പേഴ്സായിട്ട് അവരുടെ വർക്കേഴ്സായിട്ട് താമസിക്കുന്നവർക്ക് മാത്രമേ അവർക്ക് സപ്പോർട്ട് കൊടുക്കത്തുള്ളൂ. എന്നെ അവർ അറിയിച്ചു. ഓക്കെ, അവരുടെ ഫ്രീഡം. അതിനുശേഷം ഞാൻ ഒരു യാത്ര ചെയ്യാനെനിക്ക് ഒരു വാഹനമില്ല. അവസാനം ഞാനൊരു സൈക്കിള്, അത് 6-7 മാസം കൊണ്ട് ചെറിയ രീതിയിൽ പൈസ അടച്ച് തീർത്ത ഒരു സൈക്കിള്. ഈ സൈക്കിള് ചവിട്ടിയാണ് ഞാൻ പോകുന്നത്. സൈക്കിൾ പിന്നെ ആ സമയത്ത് ഗോസ്പോൾ കോർപ്പറേഷൻ ഞങ്ങൾക്ക് ഒരു ഫിലിമും പ്രൊജക്ടർ, ഇറ്റ്സ് വെരി ഹെവി, വളരെ ഒത്തിരി ഹെവി ആയിട്ടുള്ള ഒരു പ്രൊജക്ടറും ഫിലിമും, ദയാസാഗർ ഫിലിമും ഞങ്ങൾക്ക് തന്നു. ഞാൻ തിരുവല്ലായി പോയി ഇത് മേടിച്ചോണ്ട് വന്നു. അവസാനം എൻ്റെ ബ്രദറിലോ, ഞാൻ പറയുന്ന പാസ്റ്റർ ഫിലിപ്പ് വർഗീസ്, രാമേശ്വരത്തെ ബ്രദറായിരുന്നു, അദ്ദേഹം ആൻഡമാനിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് വന്നു. അദ്ദേഹം ഞങ്ങളുടെ പ്രവർത്തനം കണ്ടിട്ട് 40 ദിവസം അദ്ദേഹം അവിടുന്ന് ഉപവസിച്ചു. 40 ദിവസം ജസ്റ്റ് വൈകിട്ട് ഒരു ചായ കുടിക്കത്തില്ല, ഇപ്പൊ ജീരവെള്ളോ പാലുവെള്ളോ കുടിച്ച് 40 ദിവസം കുടിച്ച് അദ്ദേഹം ഇവിടെ കണ്ട കാര്യങ്ങളെ കുറിച്ച് US ഡോക്ടർ KP യോഹന്നാന്റെ US ഓഫീസിൽ ഒരു ലെറ്റർ എഴുതി. ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ എക്സാഗ്രേറ്റ് ചെയ്യാതെ തന്നെ ഉള്ള കാര്യം അതുപോലെ തന്നെ എഴുതി, കഷ്ടപ്പാടുകളെ കുറിച്ച് അദ്ദേഹം. അപ്പൊ എന്നോട് പറഞ്ഞത് ഡോക്ടർ KP യോഹന്നാന്റെ ഓഫീസിൽ ലെറ്റർ കിട്ടിയിട്ട് അവരുടെ ലഞ്ച് ബ്രേക്കിൽ ഡോക്ടർ KP യോഹന്നാൻ അവരുടെ ടീം മെമ്പേഴ്സ് വായിച്ചതിന് ശേഷം അവർ പ്രാർത്ഥിച്ചിട്ട് ജോയ് പുന്നൂസ് എനിക്ക് ഒരു ലെറ്റർ എഴുതി സം ടൈം ബിഫോർ. അദ്ദേഹം പറഞ്ഞു, അവർ ഓഫീസ് ഹാസ് ഡിസൈഡഡ് ടു സപ്പോർട്ട് യു ഫോർ 2 ബൈക്സ്, 1 ഫോർ യു, 1 ഫോർ യുവർ കോവർക്കർ. അതെനിക്ക് സ്വർഗം കിട്ടിയ പോലത്തെ, എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല, സ്വർഗം കിട്ടിയ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. സോ അന്ന് 47,500 സംതിങ് ആയിരുന്നു 2 ബൈക്കിന്. ഒന്ന് യമഹ, ഒരു മോട്ടോർ സൈക്കിള്. രണ്ടാമത് അന്ന് വെസ്പ സ്കൂട്ടർ ഇറങ്ങിയ സമയത്ത് ഒരു വെസ്പ സ്കൂട്ടറും എൻ്റെ ഒരു സഹപ്രവർത്തകന് ഞാൻ മേടിച്ചു. ഇത് പിന്നെ ഞങ്ങളുടെ എന്താ പറയുന്നത്, ഈ ലോകത്തെ ഏറ്റവും എക്സ്പെൻസീവ് വെഹിക്കിൾ കിട്ടിയ നിലയിൽ
ഞങ്ങൾ അതുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാനും എൻ്റെ ഭാര്യ എൻ്റെ മോളും അതിനുശേഷം 91 ഞങ്ങൾക്ക് അടുത്തൊരു കുഞ്ഞൂടെ ചോദിച്ചു. അതിന് ആ 4 പേരെ കൂടെ മോളെ ഫ്രണ്ട് പെട്രോൾ സീറ്റിൽ ടാങ്കിൽ ഇട്ടും, ഇളയ മോളെ വൈഫ് പിടിക്കും, ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ഇങ്ങനെ പോയി സുവിശേഷ പ്രവർത്തനം ചെയ്ത് ലിറ്റിൽ ബൈ ലിറ്റിലായിട്ട് ഈ പ്രവർത്തനം വളരാനായിട്ട് തുടങ്ങി. ഇന്നിപ്പോൾ ഞങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം ആക്കിയതും മലേറിയയുടെ അങ്ങേയറ്റത്തെ നിലയിലെത്തി ദൈവം അത്ഭുതപരമായിട്ട് എന്നെ സൗഖ്യമാക്കി. ജീവിതത്തിൽ ഒരുപാട് പ്രതികൂലങ്ങളുണ്ടായി, പ്രയാസങ്ങളുണ്ടായി. ഈ ദിവസങ്ങളിൽ മെയിൻലാൻഡ് ഇന്ത്യയിൽ എല്ലാവരും അഭിമുഖീകരിക്കുന്ന പോലുള്ള പബ്ലിക്കായിട്ടുള്ള പാസ്റ്റർമാരെ അടിക്കുകയോ മർദ്ദിക്കുകയോ അങ്ങനെ ചെയ്യുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് ഇവിടെ ഇല്ല. എന്നാൽ ആളുടെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ വളരെ തണുത്ത പ്രതികരണമാണ്. ആരും എതിർത്ത് പറയത്തില്ല, അവർ ശരിയെന്ന് പറയും. പക്ഷേ ആരും കർത്താവിനെ രക്ഷിതാവ് കർത്താവായിട്ട് സ്വീകരിക്കാനുള്ള മനോവ്യഗ്രത ആളുകൾ കുറവാണ്. ഒരുപാട് പ്രതികൂലങ്ങൾ ദൃശ്യമായിട്ടില്ല, എന്നാൽ ഇൻസൈഡില് വളരെ ബിഹൈൻഡ് ദ കർട്ടൻ എന്ന് പറയപ്പെടുന്ന രീതിയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ എൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ബ്യൂറോക്രാറ്റിക് ടോർച്ചറാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. റിലീജിയസ് ടോർച്ചറിനേക്കാളും വളരെ ശക്തമായിട്ടുള്ള ബ്യൂറോക്രാറ്റിക് ടോർച്ചർ അത് അനുഭവിക്കുന്നവർക്ക് ആ ദേവദാസന്മാർക്ക് അറിയാം. അങ്ങനെ ഒരുപാട് രീതിയിലുള്ള പ്രതികൂലങ്ങളുണ്ട്. 2, ഇവിടെ സുശേഷ പ്രവർത്തനം ബർമ്മ മുതൽ ഇന്തോനേഷ്യ വരെ വ്യാപിച്ചു കിടക്കുന്ന 780-ലധികം കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന 752 ദ്വീപുകളിൽ 38 ദ്വീപുകളിലാണ് ആൾതാമസമുള്ളത്. ഇവരുടെ ഇടയിൽ പോകാനായിട്ട് ആരും താല്പര്യപ്പെടുന്നില്ല. തന്നെ ഗ്രാമങ്ങളിൽ നമ്മുടെ ജാർഖണ്ഡിലെ റാഞ്ചി എന്ന് പറയപ്പെടുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അവരിപ്പോഴും റാഞ്ചി അല്ലെങ്കിൽ ജാർഖണ്ഡിലും റാഞ്ചിയിലുമായിട്ട് ജീവിക്കുന്ന ട്രൈബൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ഇവർ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആൻഡമാൻസിൽ ജോലി തേടി വരികയും സാധാരണഗതി അവർക്ക് പഠിപ്പില്ലവരല്ല, പഠിപ്പോ ഒന്നുമില്ല, ആദിവാസികളാണ് ഇവര്. ആൻഡമാൻസിലെ ഫോറസ്റ്റുകളിൽ ഇന്ത്യയിലെ ഏറ്റവും ഉൾ ഫോറസ്റ്റ് ഏരിയയിൽ പോയി ചെറിയ ചെറിയ ഷെഡുകൾ ഉണ്ടാക്കി അവിടെ ഫോറസ്റ്റ് ലാൻഡ് അവർ ക്ലിയർ ചെയ്ത് ആടിനെ വളർത്തി, കന്നാലിയെ വളർത്തി, കോഴിയെ വളർത്തി, കൃഷി ചെയ്ത് അങ്ങനെ ജീവിക്കുന്നവരാണ്. ഞങ്ങൾ പലപ്പോഴും അവിടെ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ ഇവിടുന്ന് ഞങ്ങൾക്ക് ഒരു ദിവസം ഫുള്ള് 14-16 മണിക്കൂർ ബസ്സിൽ പോയിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് അടുത്ത ദിവസം രാവിലെ നടക്കാൻ തുടങ്ങിയാൽ 10 മണിക്കൂർ, 12 മണിക്കൂർ, 9 മണിക്കൂർ അത് ഒരു അടി പോലും ഇല്ലാത്ത വനത്തിലെ ഈ ഫുട്പാത്തല്ല വനത്തിലെ വനം ക്ലിയർ ചെയ്ത് പോയിട്ട് വേണം ഇവരുടെ ഗ്രാമങ്ങളിൽ എത്താനായിട്ട്. അവിടെ സ്കൂളുകളില്ല. മാസത്തിൽ 1 പ്രാവശ്യമോ 2 പ്രാവശ്യം അവര് കമ്പോളമുള്ള സ്ഥലത്ത് വരും അവിടെ കോഴിയെയും ആടിനെയും വിൽക്കാനായിട്ട്. കോഴി ആടിനെ അവർ വിറ്റതിന് ശേഷം അവർ അത്യാവശ്യം വേണ്ടുന്ന എണ്ണ, മസാല കാര്യങ്ങൾ വാങ്ങി അവർ ഈവൻ അരി പോലും അവരവിടെ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഇവരുടെ സുവിശേഷം അറിയിക്കുക. അവരുടെ പ്രാകൃതമായിട്ടുള്ള ആദിവാസി ജീവിത രീതിയുടെ സുവിശേഷം അറിയിക്കാൻ തന്നെ കഠിനമായ ഒരു കാര്യമാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവരുടെ ഒരു ഗ്രാമത്തിൽ നിന്നും വേറൊരു ഗ്രാമത്തിൽ പോകണമെങ്കിൽ 4 മണിക്കൂർ നടക്കണം, 2 മണിക്കൂർ നടക്കണം. ഇങ്ങനെ പോകാൻ താല്പര്യപ്പെടുന്ന കേരളത്തിലോ അല്ലെങ്കിൽ മെയിൻലാൻഡ് ഇന്ത്യയിലോ ബൈബിൾ സെമിനാറുകളിൽ പഠിക്കുന്ന BTH or BD പട്ടമുള്ള എല്ലാരെയും ഉൾപ്പെടുത്തിയല്ല പറയുന്ന, പക്ഷേ 90 or even 98% ദൈവദാസന്മാരും അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിൽ താല്പര്യപ്പെടുന്നവരല്ല. ഇപ്പോഴത്തെ ജീവിത നിലവാരങ്ങളിൽ ഞാൻ അനുഭവിക്കുന്നത് ആര് വന്നാലും 1 ഫ്ലൈറ്റിൽ അവർ വരണം, ഫ്ലൈറ്റിൽ അവർ പോകണം. 2 അവർക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള വാടക വീട് വേണം. 3 അവരുടെ കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഈ കൊടും വനങ്ങളിലുള്ളവര് ഏത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കാൻ പറ്റും? അവർ തന്നെ അവിടെ താമസിക്കുന്ന ഗ്രാമവാസികൾ സ്കൂൾ വിദ്യാഭ്യാസമില്ല. അങ്ങനത്തെ കാരണങ്ങളാൽ തന്നെയാണ് ഞാനൊരു ചിൽഡ്രൻസ് ഹോം തുടങ്ങി അങ്ങനത്തെ ഗ്രാമത്തിലുള്ള കുട്ടികളെ കൊണ്ടുവന്ന് ഇവർ പോർബിളയിൽ താമസിപ്പിച്ച് അവരെ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ചിൽഡ്രൻസ് ഹോം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെങ്കിൽ സുവിശേഷ പ്രവർത്തനം, ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം, പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് പറയപ്പെടുന്നവർ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെടുന്ന ഒരു അനുഭവം ഉള്ള ആളുകൾക്ക് മാത്രമേ, അതുമല്ല എങ്കിൽ
ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയെ ഇരിക്കുന്നു, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകുന്നു എന്ന് പറയപ്പെടുന്ന അനുഭവത്തിൽ കർത്താവിന് വേണ്ടി ചാകേണ്ടി വന്ന, ചാകാൻ ഏൽപ്പിക്കപ്പെടുന്ന സുവിശേഷ പ്രവർത്തകർക്ക് മാത്രമേ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ പ്രവർത്തിക്കാനോ ദൈവരാജ്യം ഇവിടെ വ്യാപിക്കപ്പെടുന്നത് കാണാനോ പറ്റത്തുള്ളൂ. ഞാൻ ആൻഡമാൻസിലോട്ട് വരുന്നതിന് തൊട്ട് ചില മാസങ്ങൾ മുമ്പ് ന്യൂ ഇന്ത്യ ദൈവസഭയുടെ പാസ്റ്റേഴ്സിന്റെ ഒരു കോൺഫറൻസ് പാസ്റ്റർ തമ്പിച്ചായൻ ചരൽക്കുന്നിൽ വെച്ച് നടത്തി. ആ ചരൽക്കുന്നിൽ വെച്ച് പാസ്റ്റേഴ്സിന്റെ മീറ്റിംഗിൽ അന്ന് അസംബ്ലീസ് ബോർഡിന്റെ സ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന പാസ്റ്റർ PD ജോൺസൺ അവറുകളാണ് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം അദ്ദേഹം അന്ന് പറഞ്ഞ വാക്യമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കുന്നത്, ചത്തു എങ്കിലോ അത് വളരെ വിളവുണ്ടാകും. അദ്ദേഹം, ആ ദേവദാസൻ ചരക്കുന്ന് വെച്ച് പറഞ്ഞ ആ വാക്കുകൾ ഇന്നും അതിന് യാഥാർത്ഥ്യതയിൽ എന്റെ ഹൃദയത്തിൽ വളരെ അത് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ദൈവം കർത്താവിന്റെ വേല ചെയ്യാനായിട്ട് ഒരാളെ വിളിച്ചെങ്കിൽ കർത്താവ് വിളിക്കുന്നത് വേണ്ടി വന്നാൽ ചാകാൻ, വേണ്ടി വന്നാൽ അവരുടെ ജീവിതം മറുവിലെ കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കപ്പെടാൻ, അത് മുഖാന്തരമായി ചില ആത്മാക്കൾ ദൈവം മുമ്പാകെ വരാനായിട്ടാണ്. ബട്ട് എൻ്റെ അനുഭവങ്ങളിൽ, ഞാൻ ഈ പറഞ്ഞപ്പോഴത്തുള്ള അനുഭവങ്ങളിൽ പലപ്പോഴും അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകാൻ ആളുകൾ വളരെ കുറവാണ്. എൻ്റെ ഈ ചെറിയ വാക്കുകൾ കേൾക്കുന്നവരിൽ പ്രവർത്തനത്തിനായിട്ടുള്ള താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ബന്ധപ്പെടാൻ ഞാൻ നിങ്ങളെ അപേക്ഷിക്കുകയാണ്. ഇത്രയും സമയം അരോമ TV എൻ്റെ ഈ വാക്കുകൾ കേൾക്കാൻ കാണിച്ച സന്മനസ്സിനായിട്ട് ഞാൻ പാസ്റ്റർ ഡാനിയൽ, ഞാൻ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന എല്ലാവരോടും ഞാൻ നന്ദി കരയറ്റുന്നു. ഈ പ്രവർത്തനത്തിന്റെ പേര് ഇന്ത്യൻ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്നാണ്. www.icfglobal.org. അതിൽ നിങ്ങൾക്ക് അല്പമായിട്ട് ഈ വിഷയങ്ങളെ കുറിച്ച്, പ്രവർത്തനത്തെ കുറിച്ച് കാണാനായിട്ട് പറ്റും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്തിനായിട്ട് ഞാൻ പാസ്റ്റർ ഡാനിയൽ അവരോടും അരോമ TVയുടെ എല്ലാ സ്റ്റാഫിനും അതിന്റെ എല്ലാ പ്രവർത്തകർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ സമയത്തിനായി സ്തോത്രം. അരോമ TVക്കായിട്ടും പാസ്റ്റർ ഡാനിയൽ അവരോടുമായിട്ടും ഈ വാക്കുകൾ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സ്നേഹം, ദേവദാസായ പൗലോസ് പറയുന്ന പോലെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി അവർ നിർബന്ധിക്കപ്പെടുവാൻ ഇടയാക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവ് ഇന്ന് ജീവിക്കുന്ന കർത്താവ് എന്ന് അറിയുവാൻ കർത്താവ് അവരുടെ ഹൃദയത്തിൽ വിശ്വാസത്തിന്റെ ആത്മാവിനെ ഉത്പാദിപ്പിച്ച് വളർത്തണമേ. അരോമ TVയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിച്ച് വിശാലപ്പെടുത്തണമേ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വർഗീസ് മാത്യു അവറുകൾ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച്, ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു മർത്തോമ കുടുംബത്തിൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കന്മാരുടെ ഒരു മകനായി ജനിച്ചു വളർത്തപ്പെടുവാൻ അവസരം ഭൂമിയിൽ ഉണ്ടായെങ്കിലും പിന്നത്തേതില് ദൈവത്തിന്റെ മകനായി തീരുവാൻ, ദൈവരാജ്യത്തിന്റെ കൂട്ടുവേലക്കാരനായി അനേക സഹോദരങ്ങളോടൊപ്പം കർത്താവിന്റെ വേലയിലായിരിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ആ തിരഞ്ഞെടുപ്പ് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ജനിച്ച് വളർത്തപ്പെട്ട വീടും ജന്മം നൽകി തന്ന മാതാപിതാക്കന്മാരും വീട്ടിൽ സ്വീകരിക്കുവാൻ കഴിയാതെ പുറന്തള്ളിയപ്പോൾ നമ്മെ സ്വന്തം നമ്മുടെ കർത്താവായി, നമ്മുടെ പിതാവായി, നമ്മുടെ രക്ഷകനായി, ദൈവമായി നമുക്ക് ഒരാൾ ഉണ്ടെങ്കിൽ മാതാപിതാക്കന്മാരെക്കാൾ, ഉറ്റവരെക്കാൾ, ഉടയവരെക്കാൾ ഏറ്റവും അധികം നമ്മെ സ്നേഹിക്കുന്ന, കരുതുന്ന ഒരു കർത്താവിൻ്റെ കരത്താൽ നിയന്ത്രിക്കപ്പെട്ട നല്ല അനുഭവങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരേ സമയത്ത് രണ്ട് അപ്പനും രണ്ട് അമ്മയും ആ ഒരു നിലയിലുള്ളതായ ഒരു ജീവിതം ആർക്കും പറ്റുകയില്ല. ഏതെങ്കിലും ഒരപ്പൻ അല്ലെ ഏതെങ്കിലും ഒരമ്മ. അപ്പോ ബയോളജിക്കലി ജന്മം നൽകി തന്നതായ മാതാപിതാക്കന്മാർ ഉപേക്ഷിക്കാൻ കാരണം നമ്മളെ വേറെ ഒരു പിതാവായി, മാതാവായി, സഹോദരനായി നമ്മെ സ്വീകരിക്കുവാൻ തയ്യാറായത് കൊണ്ടാണ് മറ്റുള്ളവര്
അല്ലെങ്കിൽ ബയോളജിക്കലി ജനനം നൽകി തന്ന ആ പ്രിയപ്പെട്ടവർ നമ്മൾ ഉപേക്ഷിക്കാൻ കാരണമായി. യേശു നമ്മുടെ ദൈവമായപ്പോൾ, യേശു നമ്മുടെ സഹോദരനായപ്പോൾ, ജ്യേഷ്ഠ സഹോദരനായി, യേശു നമ്മുടെ പിതാവായപ്പോൾ, കർത്താവായപ്പോൾ, തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിച്ചു വന്ന നമ്മുടെ വിശ്വാസ പ്രമാണവും അവിടുത്തെ പൗരോഹിത്യവും അവിടുത്തെ പ്രമാണങ്ങളും ഒന്നും നമ്മെ അംഗീകരിക്കത്തില്ല. അവർ സ്വാഭാവികമായിട്ട് നമ്മെ തഴയുവാൻ ഇടയായിത്തീരും. കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിലും അത് മാത്രമാണ് സംഭവിച്ചത്. അതുകൊണ്ട് ആമേൻ, ഇന്ന് അനേക കൂട്ടു സഹോദരങ്ങളെ കർത്താവ് തന്നു, അനേക ആത്മാക്കളെ ദൈവം തന്നു. വിവിധ ഭാഷക്കാര്, വിവിധ ദേശക്കാരുടെ ഇടയില് ഒരു കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദാസനായി ഇന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, സാക്ഷ്യം വഹിപ്പാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിനേക്കാൾ ഉപരിയായി ഒരു നിത്യ പിതാവ്, മാറാത്ത പിതാവായി ഒരു പിതാവ് ഇന്ന് ഉണ്ട്. സ്തോത്രം. ഒരു പക്ഷെങ്കിൽ നമ്മളെ കൈവിടുന്ന നമ്മൾ കൈവിടുന്ന ഒരു പിടി മണ്ണിന് വേണ്ടി മാതാപിതാക്കന്മാർ തരുവാൻ നിശ്ചയിച്ച ഓഹരിക്ക് വേണ്ടി നമ്മൾ പുറകെ പോയിരുന്നുവെങ്കിൽ നമുക്ക് നിത്യത ലഭിക്കുമായിരുന്നില്ല. പകരം അതിനേക്കാൾ ഉപരിയായി ആമേനൊരു നിത്യത, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായ ഒരു വാസസ്ഥലം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത് കൊണ്ട് ഈ ഭൂമിയിലെ താൽക്കാലികമായ വസ്തുവകകളോ വീടോ ധനമോ മാനങ്ങളോ എല്ലാം നശ്വരമാണെന്ന് തിരിച്ചറിയുകയും നിത്യതയിൽ കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ വലിയ ധനമാണ് അത് വലുതെന്ന് ആമേനെ തിരിച്ചറിയുകയും ചെയ്താൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന് നമുക്ക് പറയുവാൻ തക്കവണ്ണം കഴിയും. കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, മക്കളെ, മരുമക്കളെ, ചെറുമക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ, കർത്താവിന്റെ വേലയിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ആൻഡമാൻ നിക്കോബാറിലെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, അവിടുത്തെ ദൈവജനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, അനേക ആത്മാക്കളെ ദൈവം അവിടെ തരട്ടെ. ഇപ്പോഴുള്ള എല്ലാ പ്രതിസന്ധികളിൽ നിന്നും സുവിശേഷത്തെ സ്വീകരിക്കാതെ അതിനെ തൃണവൽഗണിക്കുന്ന അനുഭവത്തിൽ നിന്നൊക്കെ ദൈവം വലിയൊരു വിടുതലിലേക്ക്, വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്ക്, വലിയൊരു വളർച്ചയിലേക്ക്, പുരോഗതിയിലേക്ക് ദൈവം സഭയെ കൊണ്ടുവരട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ നല്ല സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവ് ദാസനുള്ളതായ നന്ദി, സ്നേഹം, കടപ്പാട് അറിയിക്കുന്നു. കർത്താവ് സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസ്സോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, പ്രയോജനപ്പെടുവാൻ, സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് വേറെ അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം താല്പര്യമെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുന്നവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ. aromamary.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തിരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.